നമ്മൾ ലേബർ തിയറി ഓഫ് വാല്യൂവിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ഈ മാർക്സിസം നമ്മൾ പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്നൊരു ചോദ്യമാണ്, ഇതെന്തിനാ ഞാൻ പഠിക്കുന്നത്? ഇല്ല, നമ്മുടെ എന്താ പറയുന്നത്, ഗോഡ് ഫാദർ സിനിമയില് ജഗദീഷിനോട് ഇന്നസെന്റ് ചോദിക്കുന്ന മാതിരി, നീയൊക്കെ എന്തിനാ ഇത് പഠിക്കുന്നത് എന്നുള്ള ഒരു രീതിയായിരുന്നു ഞാൻ. കാരണം ഇത് പഠിക്കേണ്ട ആവശ്യം എന്താണ്? വാട്ട് ഈസ് ദ റെലവൻസ്? നമുക്ക് മാർക്സിസം ശരിയാണ്, അല്ലെങ്കിൽ ക്യാപിറ്റലിസം ഒരു ചൂഷക വ്യവസ്ഥയാണ് എന്നൊക്കെ അങ്ങ് പറഞ്ഞാൽ പോരെ, അതിനപ്പുറം നമുക്ക് പഠിക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെയായിരുന്നു. നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഇന്റേണലി ഈ ലേബർ തിയറി വാല്യൂ പറ്റി ഒരുപാട് റിസോഴ്സസ് എടുത്ത ആളുകൾ പഠിക്കുന്ന ഒരു സബ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ അവർ ഇരുന്ന് ഭയങ്കരമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതിനോട് വലിയ താല്പര്യമൊന്നും ഇനീഷ്യലി കാണിച്ചില്ലായിരുന്നു. ഇതൊന്നും വലിയ വിഷയമുള്ള കാര്യമല്ല എന്നുള്ള രീതി. പക്ഷെ പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ഈ നോക്കി ഇവഞ്ച്വലി എത്തിയപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ലേബർ തിയറി ഓഫ് വാല്യൂ ആണ് ബേസിക്കലി ഒരു ക്യാപിറ്റലിസം ഒരു എക്സ്പ്ലോയിറ്റേറ്റീവ് സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഒരു ചൂഷക വ്യവസ്ഥയാണ് എന്നത് പ്രൂവ് ചെയ്യുന്നത് ലേബർ തിയറി ഓഫ് വാല്യൂ വെച്ചിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് ചൂഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ധാർമ്മിക രീതിയിലോ അല്ലെങ്കിൽ ഒരു മോറൽ ആർഗ്യുമെന്റ് അല്ല ഇവിടെ വയ്ക്കുന്നത്. അയ്യോ, തൊഴിലാളികളോട് നിങ്ങൾക്ക് കരുണ വേണം, അങ്ങനത്തെ ഒരു ധാർമ്മിക ഒരു പോയിന്റ് അല്ല ഇത് പറയുന്നത്. ലോജിക്കലി നമ്മൾ ക്യാപിറ്റലിസത്തെ പഠിക്കുമ്പോൾ ക്യാപിറ്റലിസത്തിൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കൃത്യമായ ഒരു നിർവചനമുണ്ട്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ പണിയെടുക്കുന്നു, മറ്റു ഗ്രൂപ്പ് ഓഫ് ആളുകൾ അതിന്റെ ഗുണങ്ങൾ കൊണ്ടുപോകുന്നു എന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു തിയറി എന്ന് പറഞ്ഞാൽ ലേബർ തിയറി ഓഫ് വാല്യൂ ആണ്. അതാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പം അതുകൊണ്ടാണ് ഈ ലേബർ തിയറി ഓഫ് വാല്യൂ മാർക്സിസത്തിന്റെ വളരെ സെൻട്രൽ പോയിന്റ് ആയിട്ട് ഇരിക്കുന്നത്. കാരണം മാർക്സിസ്റ്റുകൾ എപ്പോഴും പറയുന്ന ഒരു സംഭവമാണ് ക്യാപിറ്റലിസം ചൂഷണമാണ്. അപ്പോൾ ഈ മീമി കാണിക്കുന്ന മാതിരി പോലെ ക്യാപിറ്റലിസ്റ്റുകൾക്ക് നിങ്ങൾ ഉണ്ടാക്കുന്ന വാല്യൂ കിട്ടുന്നു, നിങ്ങൾക്ക് ആകെ കിട്ടുന്നത് ബെയർ മിനിമം ടു സർവൈവ് ആണ് എന്ന് ലോജിക്കലി അത് എക്സ്പ്ലെയിൻ ചെയ്യപ്പെടുന്നത് ലേബർ തിയറി ഓഫ് വാല്യൂ വെച്ചിട്ടാണ്. അപ്പോൾ അതാണ് അതിന്റെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം. ഓക്കെ, സോ അങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഇത് പഠിക്കേണ്ട കാര്യമുണ്ടല്ലോ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് എന്നുള്ള ഒരു താല്പര്യം വരിക. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഈ ഒരു വിഷയത്തിലുള്ള താല്പര്യം വന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ലേബർ തിയറി ഓഫ് വാല്യൂ എന്തല്ല എന്ന് കൂടി പറയാം. എ തിയറി ഓഫ് പ്രൈസ്, അതായത് വിലയെ പറ്റിയുള്ള ഒരു തിയറി അല്ല ലേബർ തിയറി ഓഫ് വാല്യൂ എന്ന് പറയുന്നത്. ലേബർ തിയറി ഓഫ് വാല്യൂ ഒരിക്കലും ഒരു പ്രൈസ് ഡിറ്റർമൈനിങ് ആയിട്ടുള്ള ഒരു സംഭവമായിട്ടല്ല കാണേണ്ടത്. ഇറ്റ്സ് നോട്ട് എ തിയറി ഓഫ് പ്രൈസ്, ഇറ്റ്സ് നോട്ട് എ മോറൽ ആർഗ്യുമെന്റ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ധാർമ്മികതയെ പറ്റിയുള്ള ഒരു ആർഗ്യുമെന്റ് അല്ല, ഒരു നമ്മൾ എങ്ങനെ പെരുമാറണം, എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യാൻ പാടില്ല എന്നതിനെ പറ്റിയുള്ള ഒരു തിയറി അല്ല. ഈ മാർക്സിസം ഈ ക്യാപിറ്റലിസത്തെ അനലൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാർക്സിസ്റ്റുകൾ ഈ ലേബർ തിയറി ഓഫ് വാല്യൂ വെച്ചിട്ട് ക്യാപിറ്റലിസം അനലൈസ് ചെയ്യുന്നത് ഒരു ധാർമ്മിക വ്യൂ പോയിന്റിലൂടെയല്ല. ഇപ്പോൾ പല ആളുകൾ മാർക്സിസം മനസ്സിലാക്കുന്ന ഒരു മോറൽ വ്യൂ പോയിന്റിലൂടെയാണ്. നമ്മൾ നല്ല മനുഷ്യരാകണം, കരുണയുള്ള മനുഷ്യനാകണം, അതൊക്കെ ശരിയാണ്, അങ്ങനെ ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ലേബർ തിയറി ഓഫ് വാല്യൂ നമ്മൾ പഠിക്കുമ്പോൾ അതൊരു മോറൽ ആർഗ്യുമെന്റ് ആയിട്ടല്ല പറയുന്നത്, ഒരു മോറൽ ഡിസഗ്രിമെന്റ് അല്ല, ഇത് ഒബ്ജക്റ്റീവ് ഫാക്ട് ആണ് എന്നതാണ് ഇവിടുത്തെ ഒരു പോയിന്റ്. ഈ ലേബർ തിയറി ഓഫ് വാല്യൂ നമ്മൾ ക്യാപിറ്റലിസം അനലൈസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് നോട്ട് എ മോറൽ ആർഗ്യുമെന്റ്. പിന്നൊരു സംഭവിച്ച ഈ തിയറി ഓഫ് വാല്യൂ ഫോർ ഓൾ ഹ്യൂമൻ ഹിസ്റ്ററി, അതായത് എല്ലാ കാലത്തും മനുഷ്യന് അപ്ലൈ ആകുന്ന ഒരു തിയറിയാണ് എന്ന് നമ്മൾ കരുതരുത്. ലേബർ തിയറി ഓഫ് വാല്യൂ എന്ന് പറയുന്നത് ബേസിക്കലി ഈ ഒരു ക്യാപിറ്റലിസ്റ്റ് രീതിയിൽ എങ്ങനെ വാല്യൂ ഉണ്ടാവുന്നു എന്നതാണ് പഠിക്കുന്നത്. അപ്പം ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ, അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് രീതിയിൽ ഏതൊക്കെ സമൂഹത്തിൽ ഈ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് അതിനെ പറ്റിയ ഒരു പഠനമാണ്. അപ്പം ചരിത്രാതീത കാലം തൊട്ട് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നൊരു സംഭവം ഇതിനില്ല, അല്ലെങ്കിൽ ഭാവിയിലുള്ള എല്ലാ സമൂഹങ്ങളും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നില്ല, അല്ലെങ്കിൽ ക്യാപിറ്റലിസം ഇല്ലാതെ ഏതെങ്കിലും സമൂഹം കാണിച്ചിട്ട് അവിടെ ഇത് വർക്ക് ആവുന്നില്ല എന്നുള്ള ചോദ്യമൊക്കെ അപ്രസക്തമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില അതുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് പറയുന്ന വെച്ചാൽ ഇങ്ങനെയുള്ള ചില വിമർശനങ്ങളാണ് പല യുക്തിവാദ വീഡിയോകളിലും വന്നിട്ടുള്ളത്. അപ്പോൾ അത് ആദ്യമേ പറയുകയാണ്, അതല്ല ലേബർ തിയറി ഓഫ് വാല്യൂ എന്നൊരു ആമുഖമായിട്ട് പറയുകയാണ്. ഓക്കെ, അപ്പം ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം. എന്താണ് വാല്യൂ? എന്താണ് മൂല്യം? ദ പ്രോപ്പർട്ടി വിച്ച് ഓൾ കമ്മോഡിറ്റീസ് ഹാവ് വിച്ച് മേക്സ് ദം എക്സ്ചേഞ്ചബിൾ ഇൻ മാർക്കറ്റ്. അപ്പോൾ നമ്മൾ കാണുന്ന ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിൽ നമ്മൾ കാണുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മോഡിറ്റീസ് അല്ലെങ്കിൽ ഉൽപ്പന്നങ്ങൾ, ചരക്കുകൾ പറഞ്ഞാൽ ഇങ്ങനെ എക്സ്ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഞാൻ ഈ ഐഫോൺ വാങ്ങുന്നു, ഞാൻ ജോലി ചെയ്യുന്നു, ഞാൻ ആ പൈസ മേടിക്കുന്നു, പൈസ മേടിച്ചിട്ട് ഞാൻ പോയി ഐഫോൺ വാങ്ങുന്നു, അല്ലെങ്കിൽ ഈ ഐഫോൺ ഞാൻ വിൽക്കുന്നു, ഐഫോൺ ഞാൻ വിറ്റിട്ട് അത് പൈസ വെച്ചിട്ട് ഞാൻ വേറെ എന്തെങ്കിലും സംഭവം മേടിക്കുന്നു. അപ്പം കമ്മോഡിറ്റീസ് ഇങ്ങനെ എക്സ്ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇത്ര കിലോ സ്വർണം കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര കിലോ വെള്ളി കിട്ടും, ഇത്ര കിലോ വെള്ളി കിട്ടണമെങ്കിൽ ഇത്ര കിലോ സ്വർണം കൊടുക്കണം, അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് കമ്മോഡിറ്റി എക്സ്ചേഞ്ച്. അപ്പൊ ഈ കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ ഇടയ്ക്ക് പൈസ എന്ന് പറയുന്ന കറൻസി എന്ന് പറഞ്ഞൊരു സാധനം വരുന്നുണ്ടെങ്കിലും ആക്ച്വലി നടക്കുന്നത് കമ്മോഡിറ്റീസ് തമ്മിലുള്ള ഒരു എക്സ്ചേഞ്ച് ആണ്. ഉദാഹരണത്തിന് ഞാൻ ഈ ഐഫോൺ കൊടുത്തിട്ട് ഞാൻ ഈ ഗെയിമിംഗ് ചെയർ മേടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്താണ് നടന്നത്? ഐഫോൺ ഞാൻ മാർക്കറ്റിൽ കൊടുക്കുന്നു, പൈസ മേടിക്കുന്നു, പൈസ വെച്ച് ഗെയിമിംഗ് ചെയർ നടക്കുന്നു എന്നാണ് നടക്കുന്നതെങ്കിലും ആക്ച്വലി ഈ ഐഫോൺ എന്ന ചരക്ക് വെച്ചിട്ട് ഈ ഗെയിമിംഗ് ചെയർ എന്ന് പറയുന്ന ഈ ചെയർ എക്സ്ചേഞ്ച് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് മാർക്കറ്റിൽ നടക്കുന്നത്. അപ്പോൾ ഈ മാർക്കറ്റിൽ ഇത് നടക്കുമ്പോൾ പണ്ട് തൊട്ടേ ചരിത്രപരമായിട്ട് എക്കണോമിക്സിലുള്ള ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചരക്കുകൾ തമ്മിൽ എങ്ങനെയാണ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടാൻ പറ്റുന്നത്? ഈ ഐഫോണും ഈ ഗെയിമിംഗ് ചെയറും എങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടാൻ പറ്റും മാർക്കറ്റിൽ? കാരണം രണ്ട് സാധനങ്ങളാണ്, രണ്ട് രീതിയിലാണ് ഉണ്ടാക്കുന്നത്, രണ്ട് കമ്പോസിഷനാണ്, രണ്ട് ഒബ്ജക്ട്സ് ആണ്.
അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് ഇത് ഈ ഒരു പ്രൊപ്പോർഷനിൽ ഒരു ഐഫോൺ കൊടുത്തു കഴിഞ്ഞാൽ 100 ചെയർ കിട്ടും, അല്ലെങ്കിൽ 100 ചെയർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പശുവിനെ കിട്ടും, ഇങ്ങനെയുള്ള രീതിയിലുള്ള എങ്ങനെ നടക്കുന്നു, എക്സ്ചേഞ്ച് നടക്കുന്നു എന്നൊരു ചോദ്യം ഉണ്ട്. അപ്പൊ അതാണ് വാല്യൂ എന്ന ആളുകൾ പറയുന്നത്. ഈ സംഭവം, ഈ ഒരു പ്രോപ്പർട്ടി, ഈ രണ്ട് ചരക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യപ്പെടാൻ പറ്റുന്ന ഈ ഒരു രീതിയിൽ, ഈ ഒരു പ്രൊപ്പോർഷനിൽ നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നു, അതാണ് ഇതിന്റെ വാല്യൂ എന്നതായിരുന്നു ചോദ്യം. അപ്പൊ അതെന്താണ്, അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും, ആ സംഭവം എന്താണ് എന്നതായിരുന്നു ഈ എക്കണോമിക്സിൽ വളരെ കാലമായിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഹിസ്റ്റോറിക്കലി ഇതിനെപ്പറ്റി പല പല ആളുകൾ പല പല അഭിപ്രായങ്ങളാണ്. അത് ഈ കാൾ മാർക്സ് അല്ല, അതിന് മുമ്പും ഇബ്നു സീന വരെ അതിനെപ്പറ്റി അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഈ നോട്ട് ദ പോയിന്റ്, വാല്യൂ ഇസ് നോട്ട് പ്രൈസ്. അതായത് മൂല്യം എന്ന് പറയുന്നത് വിലയല്ല, വിലയും മൂല്യം തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്, എന്നാൽ ബന്ധമുണ്ട്. എന്താണ് നമുക്ക് ഈ സെഷനിൽ ഒന്ന് അൺകവർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പം എന്താണ് വാല്യൂ എന്ന ചോദ്യത്തിന് രണ്ട് രീതിയിലുള്ള ചിന്താപദ്ധതികളാണ് എക്കണോമിക്സ് വന്നിട്ടുള്ളത്. ഒന്ന് യൂട്ടിലിറ്റി, മറ്റൊന്ന് ലേബർ. ഓക്കെ, രണ്ട് ചിന്താപദ്ധതി. യൂട്ടിലിറ്റി ക്യാമ്പ് അല്ലെങ്കിൽ യൂട്ടിലിറ്റി ആണ് വാല്യൂ, മൂല്യം എന്ന് പറയുന്ന ആളുകൾ പറയുന്നത് വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് കമ്മോഡിറ്റീസ്. അതായത് ചരക്കുകൾക്ക് മനുഷ്യരുടെ എന്തെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ, അല്ലെങ്കിൽ അത് നിറവേറ്റാനുള്ള ഒരു ശക്തിയുണ്ട്. അതാണ് ഈ വാല്യൂ എന്നത്. അതായത് ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഈ ഐഫോൺ മേടിക്കുന്നുണ്ടെങ്കിൽ ഇതിനുള്ള മൂല്യം വന്ന എന്തുകൊണ്ടാണ്, ഈ ഐഫോൺ എനിക്ക് ഉപയോഗിക്കാനുള്ള എൻ്റെ ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഒരു കുറേ താല്പര്യങ്ങളുണ്ട്. ഇപ്പം എനിക്ക് എൻ്റെ ക്യാമറ ഇഷ്ടമാണ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ OS ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ എനിക്ക് എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഇഷ്ടമാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ OS ഞാനിങ്ങനെ യൂസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് ഭയങ്കര സ്മൂത്ത് ആണ്. അങ്ങനെ എന്തെങ്കിലും ഒരു വാണ്ട് സാറ്റിസ്ഫൈങ് പവർ, എൻ്റെ എന്തോ ഒരു സബ്ജക്റ്റീവ് ആയിട്ടുള്ള വളരെ തീർത്തും എൻ്റെ ആത്മനിഷ്ഠം എന്ന് വേണമെങ്കിൽ പറയാം, സബ്ജക്റ്റീവ് ആത്മനിഷ്ഠമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന എന്തോ ഒരു ആഗ്രഹം ഈ ചരക്ക് അത് നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് വാങ്ങിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ മൂല്യം നിർണ്ണയിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ചരക്കുകൾ എക്സ്ചേഞ്ച് ആവുന്നത്. അപ്പോൾ ഞാൻ ഒരു ഐഫോൺ കൊടുത്ത് ഈ 1000 ഗെയിം ചെയർ വല്ലതും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അർത്ഥം എനിക്ക് ഈ ഐഫോൺ എൻ്റെ കയ്യിൽ നിന്ന് പോകുമ്പോൾ കിട്ടുന്നതിനെക്കാട്ടിലും കൂടുതൽ സന്തോഷം എനിക്ക് 1000 ഗെയിം ചെയർ കിട്ടുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ ഒരു തോതിൽ ഇത് എക്സ്ചേഞ്ച് ചെയ്യപ്പെടാൻ പറ്റുന്നത് എന്നതാണ് ഈ യൂട്ടിലിറ്റി ആണ് മൂല്യം എന്ന് പറയുന്ന ആളുകൾ പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ വന്ന വേറൊരു ചിന്താപദ്ധതിയാണ് ലേബറാണ്. അല്ല, യൂട്ടിലിറ്റി അല്ല ഇതിൻ്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത്. ദി എമൗണ്ട് ഓഫ് ലേബർ സൊസൈറ്റി സ്പെൻഡ്സ് ഓൺ പ്രൊഡ്യൂസിങ് കമ്മ്യൂണിറ്റി. അഥവാ ആ ചരക്ക് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി സമൂഹം അതിനെത്ര അധ്വാനം അതിൽ കൊടുക്കുന്നുണ്ട് എന്നതാണ്. ഇതിലൊരു പോയിന്റ് എന്ന് വെച്ചാൽ സമൂഹം എത്ര അധ്വാനിക്കുന്നു എന്നാണ് പോയിന്റ്, ഒരു വ്യക്തി എത്ര അധ്വാനിക്കുന്നു എന്നല്ല. ദ എമൗണ്ട് ഓഫ് ലേബർ സൊസൈറ്റി സ്പെൻഡ്സ് ഓൺ പ്രൊഡ്യൂസിങ് കമ്മോഡിറ്റി. സമൂഹം ആ ചരക്കുണ്ടാക്കാൻ എത്ര അധ്വാനം അതിൽ വരുന്നുണ്ട് എന്നതാണ് അതിന്റെ മൂല്യം നിർണ്ണയിക്കുന്നത് എന്നതായിരുന്നു രണ്ടാമത്തെ ഒരു തിയറി എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ നോക്കുന്നത് ലേബറിന്റെ ക്യാമ്പ് പറയുന്ന ആളുകളാണ്. യൂട്ടിലിറ്റി ക്യാമ്പിനെ കുറിച്ച് നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും ചർച്ച ചെയ്യാം. ഇത് ആദ്യമായിട്ട് വന്നത് മാർക്സ് ആണെന്ന് ചില ആളുകൾ വിശ്വസിക്കുന്നുണ്ട്. തെറ്റാണ്. ഓക്കെ, ലേബർ തിയറി കൊണ്ടുവന്നത് ആഡം സ്മിത്ത് ആണ്. ആഡം സ്മിത്ത് എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്ക്രീനിൽ ബോട്ടം ലെഫ്റ്റിൽ കാണുന്ന വ്യക്തിയാണ്, നമ്മുടെ മുടിയൊക്കെ വെളുത്ത് ചുരുട്ടിരിക്കുന്ന പുള്ളിയാണ് ഈ ലേബർ തിയറി കൊണ്ടുവന്നത്. ആഡം സ്മിത്തിനെ പറ്റി പറയുമ്പോൾ ആഡം സ്മിത്തിന്റെ ഈ ഫ്രീ മാർക്കറ്റിന്റെ ഇൻവിസിബിൾ ഹാൻഡ് വന്ന് മാർക്കറ്റിനെ എല്ലാം നേരെയാക്കുന്നു എന്നുള്ള കോട്ടൊക്കെ പല ക്യാപിറ്റലിസ്റ്റ് ആളുകൾ ഷെയർ ചെയ്യാറുണ്ട്. അപ്പം ആ ഒരു കോട്ട് വെച്ചിട്ട് പുള്ളി ഭയങ്കര മോശപ്പെട്ട ഒരു മനുഷ്യനാണ്, അല്ലെങ്കിൽ വൃത്തികെട്ട മനുഷ്യനാണെന്നൊക്കെയുള്ള രീതിയിലൊരു ഇംപ്രഷൻ ഈ ആന്റി ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റ് വിരുദ്ധ ചേരിക്ക് തോന്നാം. പക്ഷെ നമ്മൾ ആഡം സ്മിത്തിനെയും അല്ലെങ്കിൽ ഈ രണ്ടാമത്തെ ആൾ ഡേവിഡ് റിക്കാർഡാണ്, വളരെ സ്ഥിരം ഡേവിഡ് റിക്കാർഡാണ്. ഇവരൊക്കെ പഠിക്കുമ്പോൾ ഇവർ ക്യാപിറ്റലിസ്റ്റുകളായിരുന്നെങ്കിലും ഇവര് സത്യത്തില് ക്യാപിറ്റലിസ്റ്റെ സീരിയസ്ലി പഠിക്കാൻ ശ്രമിച്ച ആളുകളാണ്. അപ്പൊ ഇവർക്ക് ആകെയുള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതൊരു ചൂഷണ വ്യവസ്ഥയാണ് എന്നൊരു കൺക്ലൂഷനിലേക്ക് ഇവർ എത്തിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവരുടെ പഠിത്തം, ക്യാപിറ്റലിസ്റ്റെ കുറിച്ചുള്ള ഒരു പഠിത്തം ഏറെക്കുറെ ശരിയായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു ക്യാപിറ്റലിസ്റ്റെ കുറിച്ച് പഠിക്കുന്ന ഒരു രീതിശാസ്ത്രം ഉണ്ടായിരുന്നു അവർക്ക്. ആ രീതിശാസ്ത്രം തന്നെയാണ് കാൾ മാർക്സും എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവരെ നമ്മൾ പറയുന്നത് ക്ലാസിക്കൽ എക്കണോമിസ്റ്റ് ആണ്, ലേറ്റ് 18th to mid 19th century എക്കണോമിസ്റ്റ്. ഈ 3 പേരെ നമ്മൾ വിളിക്കുന്നത് ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾ എന്നാണ്. ഇവർക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഇവരെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇവര് ഈ ഇന്നത്തെ ഒരു എക്കണോമിസ്റ്റുകളിൽ പല ആളുകളും ഈ ഇൻഡിവിജ്വൽ ആളുകൾ എങ്ങനെ ഇത് മാർക്കറ്റിൽ ഇടപെടുന്നു എന്നുള്ള പഠനത്തിൽ നിന്നുപരി ക്യാപിറ്റലിസം എന്ന ഒരു സ്ട്രക്ചർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പഠിക്കാനാണ് ശ്രമിച്ചത്. മാക്രോ ലെവൽ അനാലിസിസ് ഫോക്കസിങ് ഓൺ സോഷ്യൽ ക്ലാസസ്, അല്ലെങ്കിൽ സമൂഹത്തിലുള്ള വർഗ്ഗങ്ങൾ ഈ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിൽ എങ്ങനെ ഇടപെടുന്നു, ഓരോ വർഗ്ഗങ്ങളായിട്ട് എങ്ങനെയാണ് ഇടപെടുന്നത്. ഉദാഹരണം ലാൻഡ് ഓണേഴ്സ്, ക്യാപിറ്റലിസ്റ്റ് വർക്കേഴ്സ്, ഭൂവുടമകളും മുതലാളികളും തൊഴിലാളികളും എങ്ങനെയാണ് ഇടപെട്ടിട്ട് ഈ പ്രൊഡക്ഷൻ നടക്കുന്നത് എന്നതിനെ പറ്റി പഠിക്കാനാണ് ഈ 3 പേരും ശ്രമിച്ചിട്ടുള്ളത്. ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആഡം സ്മിത്തും ഡേവിഡ് റിക്കാർഡോയും പ്രോ ക്യാപിറ്റലിസ്റ്റുകളായിരുന്നു. കാൾ മാർക്സ് ഇവരുടെ കൺക്ലൂഷൻസ് എടുത്ത് ആ സമയത്തുള്ള മറ്റ് എക്കണോമിസ്റ്റിന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതായത് നോക്കൂ, ഈ ഒരു തിയറി പ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സിസ്റ്റം ഒരു ചൂഷക വ്യവസ്ഥയാണ്, നമ്മൾ മാറ്റേണ്ടതില്ല എന്ന് ചോദ്യം ചോദിക്കുക മാത്രമാണ് കാൾ മാർക്സ് ചെയ്തത്. കാൾ മാർക്സ് ജസ്റ്റ് അതിന്റെ ഒരു നെക്സ്റ്റ് എക്സ്റ്റൻഷൻ മാത്രമാണ് ഇത്. അല്ലാതെ കാൾ മാർക്സ് പുതിയതായിട്ട് ഇൻവെന്റ് ചെയ്തല്ല ലേബർ തിയറി ഓഫ് വാല്യൂ. ലേബർ തിയറി ഓഫ് വാല്യൂ ഇതിന് മുമ്പേ ഉണ്ടായിരുന്നു. ലേബർ തിയറി ഓഫ് വാല്യൂയുടെ ലോജിക്കൽ അല്ലെങ്കിൽ യുക്തിപരമായ കൺക്ലൂഷൻ ഇതല്ലേ
എന്ന ഒരു സ്റ്റെപ്പ് മാത്രമാണ് കാൾ മാർക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പല ആളുകളും മിസ് ചെയ്യാറുണ്ട്. കാൾ മാർക്സ് ആണ് ലേബർ തിയറി ഓഫ് വാല്യൂ കൊണ്ടുവന്ന ഒരു അബദ്ധധാരണ പല ആളുകളുണ്ട്. അങ്ങനെയല്ല, അതിന് മുമ്പ് തൊട്ട് ഇവരുണ്ട്. ഓക്കെ, അപ്പോൾ ഹിസ്റ്ററി ഒക്കെ കഴിഞ്ഞു. നമുക്കൊന്ന് മെയിൻ മീറ്റ് ഓഫ് ദി ആർഗ്യുമെന്റിലേക്ക് കിടക്കാം. സോ നമുക്ക് ലേബർ തിയറി ഓഫ് വാല്യൂയുടെ അനാലിസിസ് എവിടെ നിന്ന് തുടങ്ങണം, എവിടെ നിന്ന് നമ്മൾ പഠിക്കണം എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. എവിടെ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്? അതിന് ക്യാപിറ്റലിൽ കാൾ മാർക്സ് ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ആ കോട്ടാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദ വെൽത്ത് ഓഫ് ദി സൊസൈറ്റീസ് ഇൻ വിച്ച് the capitalist mode of production prevails presents itself as an immense accumulation of commodities, its unit being a single commodity. Our investigation must therefore begin with the analysis of a commodity. കാൾ മാർക്സ് പറയുന്നത് ഈ ക്യാപിറ്റലിസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ക്യാപിറ്റലിസ്റ്റ് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഉള്ള സമൂഹങ്ങളിൽ ആ സമൂഹങ്ങളുടെ സമ്പത്ത് എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ചരക്കുകളിലാണ്. ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. കാരണം മനുഷ്യർ എല്ലാ കാലത്തും അധ്വാനിച്ചിട്ടുണ്ട് അല്ലെ. അടിമത്ത വ്യവസ്ഥയിൽ മനുഷ്യൻ അധ്വാനിച്ചിട്ടുണ്ട്, ഈ ഫ്യൂഡൽ വ്യവസ്ഥയിൽ മനുഷ്യർ അധ്വാനിച്ചിട്ടുണ്ട്. മനുഷ്യർ എല്ലാ കാലത്തും അധ്വാനിച്ച് തന്നെയാണ് ജീവിച്ചിട്ടുള്ളത്. പക്ഷേ ഈ ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിൽ അതിന്റെ സമ്പത്ത് വരുന്നത് എങ്ങനെയാണ്? ചരക്കുകളിൽ നിന്നാണ്. വേറൊരു വ്യവസ്ഥയിൽ ഇത്രയും ചരക്കുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ആ ചരക്കുകൾ എങ്ങനെ ഉണ്ടാവുന്നു എന്ന് പഠിച്ചാൽ മാത്രമാണ് നമുക്ക് ഈ കാര്യം മനസ്സിലാവുകയുള്ളൂ എന്ന് ക്യാപിറ്റലിൽ മാർക്സ് പറയാം. അത് നമുക്ക് ഈ ഫോട്ടോയിൽ കാണുന്നത്. നമ്മുടെ നിങ്ങളെല്ലാം വിദേശ രാജ്യത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം കേരളത്തിൽ തന്നെയുള്ള പല സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ചരക്കുകൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കാം. ഒരേ പ്രോഡക്റ്റ് ഇങ്ങനെ ഒരേ സംഭവം തന്നെ പല പല രീതിയിൽ പാക്കേജ് ചെയ്ത് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് പഠിക്കുമ്പോഴാണ് നമുക്ക് വാല്യൂവിനെ കുറിച്ച് അല്ലെങ്കിൽ മൂല്യത്തെക്കുറിച്ച് മനസ്സിലാവുക എന്നതാണ്. അപ്പോൾ എന്താണ് ചരക്കുകൾ അല്ലെങ്കിൽ എന്താണ് ഉൽപ്പന്നങ്ങൾ? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എല്ലാ സംഭവങ്ങളും നമുക്ക് ചരക്കായിട്ടോ കമ്മോഡിറ്റി ആയിട്ടോ കാണാൻ പറ്റത്തില്ല. ലേബർ തിയറി ഓഫ് വാല്യൂ വെച്ച് നമ്മൾ നോക്കും. എ കമ്മോഡിറ്റി ഈസ് എ തിങ് വിച്ച് ഫസ്റ്റ് സാറ്റിസ്ഫൈസ് സം ഹ്യൂമൻ ഡിമാൻഡ് ആൻഡ് സെക്കൻഡ് ഈസ് പ്രൊഡ്യൂസ് നോട്ട് ഫോർ പേഴ്സണൽ കൺസംഷൻ ബട്ട് ഫോർ എക്സ്ചേഞ്ച്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചരക്കുകൾ എന്ന് പറഞ്ഞത് ആദ്യം അത് എന്തെങ്കിലും തരത്തിലുള്ള ഹ്യൂമൻ ഡിമാൻഡിനെ, എന്തെങ്കിലും തരത്തിലുള്ള മനുഷ്യന്റെ ആഗ്രഹത്തെ സാറ്റിസ്ഫൈ ചെയ്യണം. ഇപ്പം ഞാൻ ഇവിടെ ഇന്ന് ഞാൻ എൻ്റെ റൂം ക്ലീൻ ചെയ്യുമായിരുന്നു. അപ്പോൾ എൻ്റെ റൂമിൽ ഞാൻ കുറേ ഒരു മണിക്കൂർ എടുത്ത് ക്ലീൻ ചെയ്തു. അപ്പോൾ ഞാൻ ക്ലീൻ ചെയ്ത് ഞാൻ കുറേ പൊടിയൊക്കെ ഇങ്ങനെ കളക്ട് ചെയ്തു. അപ്പോൾ എനിക്ക് പറയാൻ പറ്റത്തില്ല ഞാൻ അധ്വാനിച്ചു, അപ്പോൾ ഈ പൊടിക്ക് ഞാൻ കോരിയെടുത്ത പൊടിക്ക് ഭയങ്കര വാല്യൂ ആണെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? അത് എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ സാധനത്തിന് ഹ്യൂമൻ ഡിമാൻഡ് വേണം. മനുഷ്യനത് വേണം എന്ന് തോന്നണം. മാർക്കറ്റിൽ അത് വേണം എന്ന് തോന്നണം, അല്ലെങ്കിൽ ആളുകൾക്ക് അത് വേണം എന്ന് തോന്നണം. അപ്പൊ ആളുകൾക്ക് താല്പര്യമുള്ള വസ്തുക്കളിലായിരിക്കണം നിങ്ങൾ ഈ നിങ്ങളുടെ അധ്വാനം ഉണ്ടാകുന്നത്. സെക്കൻഡ്, അത് മാത്രം പോരാ. സെക്കൻഡ്, ഇറ്റ് ഈസ് നോട്ട് പ്രൊഡ്യൂസ് ഫോർ പേഴ്സണൽ കൺസംപ്ഷൻ ബട്ട് ഫോർ എക്സ്ചേഞ്ച്. അത് നിങ്ങൾ മാർക്കറ്റിൽ വിൽക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന സംഭവമായിരിക്കണം. ഇപ്പം പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മൾ എന്താ പറയുന്നത്, ഈ ചെറിയ പറമ്പൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ അവിടെ തന്നെ കിളച്ച് അവിടെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ സംഭവങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് അത് ഉപയോഗിക്കും. അപ്പോൾ അവിടെ നമ്മൾ അധ്വാനിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, അവിടെ അത് നമ്മുടെ ഒരു പേഴ്സണൽ നീഡ് എന്ന് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വീട്ടിൽ പച്ചമുളകോ തേങ്ങ അല്ലെങ്കിൽ മാങ്ങ ഒക്കെ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി അധ്വാനിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കുന്നില്ല, നമ്മൾ നമ്മുടെ പേഴ്സണൽ യൂസിനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ കമ്മോഡിറ്റി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കി, അപ്പോൾ അതെൻ്റെ ഹ്യൂമൻ ഡിമാൻഡ്, ഹ്യൂമൻ ഇമോഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള സംഭവം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് മാർക്കറ്റിന് വേണ്ടിയുള്ള സംഭവം അല്ലെങ്കിൽ അതൊരു ചരക്കല്ല. അപ്പോൾ ചരക്കുകൾ നമ്മൾ പഠിക്കുമ്പോൾ, പ്രത്യേകിച്ച് ലേബർ തിയറി ഓഫ് വാല്യൂയുടെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഇത് പഠിക്കുമ്പോൾ ഇറ്റ് ഷുഡ് ഓൾവേസ് ബി ഫോർ എക്സ്ചേഞ്ച്. മാർക്കറ്റിൽ എക്സ്ചേഞ്ചിന് വേണ്ടി ആയിരിക്കണം. അത് മാത്രമല്ല, അത് എന്തെങ്കിലും തരത്തിലുള്ള മനുഷ്യന്റെ ആവശ്യം സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയുള്ള സംഭവങ്ങൾ മാത്രമാണ് ഈ ലേബർ തിയറി ഓഫ് വാല്യൂ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ചരക്കുകൾക്ക് രണ്ട് തരത്തിലുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒന്ന് യൂസ് വാല്യൂ, മറ്റേത് എക്സ്ചേഞ്ച് വാല്യൂ. യൂസ് വാല്യൂ എന്ന് പറഞ്ഞാൽ ദ യൂട്ടിലിറ്റി ഓഫ് എ തിങ്, ആ വസ്തുവിന്റെ ഉപയോഗം. അത് ഭയങ്കര ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള സാധനങ്ങളാണ് എന്നാണ് പറയുന്നത് മാർക്സ് പറഞ്ഞത്. അപ്പം യൂട്ടിലിറ്റിയെ മാർക്സ് എടുത്ത് കളയുകയല്ല ചെയ്യുന്നത്, യൂട്ടിലിറ്റിയെ നിരാകരിക്കുകയല്ല മാർക്സ് ചെയ്യുന്നത്. യൂട്ടിലിറ്റി ഉണ്ട്, കാരണം യൂട്ടിലിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അത് മാർക്കറ്റിൽ ആളുകൾ വാങ്ങിക്കുകയുള്ളൂ. പക്ഷേ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് സാധനമാണെന്നാണ് മാർക്സ് പറയുന്നത്. ഇറ്റ്സ് എ ക്വാളിറ്റേറ്റീവ്. ഈ ചെയർ ആസ് എ യൂട്ടിലിറ്റി ദാറ്റ് ഇറ്റ് ഗീവ്സ് മീ കംഫർട്ട് വെൽ സിറ്റിംഗ്. ഞാൻ ഇതിൽ ഇരിക്കുമ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നും. അതാണ് ഈ ചെയറിന്റെ യൂട്ടിലിറ്റി. അതാണ് ഈ ചെയറിന്റെ യൂസ് വാല്യൂ. ഐഫോൺ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ എനിക്ക് ചിലപ്പോൾ നല്ല പിക്ചർ എടുക്കാൻ സഹായിക്കും. അതാണ് എൻ്റെ യൂട്ടിലിറ്റി. ഇപ്പം ഇങ്ങനെയുള്ള യൂട്ടിലിറ്റി ഉണ്ട്, ഇങ്ങനെയുള്ള യൂസ് വാല്യൂസ് കമ്മോഡിറ്റിക്ക് ഉണ്ട്, അല്ലെങ്കിൽ ചരക്കുകൾക്കുണ്ട്. പക്ഷെ അത് ക്വാളിറ്റേറ്റീവ് സംഭവമാണ്. അത് ഒരു മാത്തമാറ്റിക്കൽ സംഭവമോ അല്ലെങ്കിൽ അതൊരു ക്വാണ്ടിറ്റേറ്റീവ് സംഭവം അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഗണ്യത്തെയോ അതിനെയൊന്നും ബാധിക്കുന്ന സംഭവമല്ല. അത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്, സബ്ജക്റ്റീവ് കാര്യമാണ്. അതിൽ നമ്മൾ മാത്തമാറ്റിക്സ് അപ്ലൈ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല എന്നാണ് എൻ്റെ പോയിന്റ് ഈ ഒരു യൂസ് വാല്യൂവിനെ സംബന്ധിച്ച്. അടുത്ത സംഭവമാണ് എക്സ്ചേഞ്ച് വാല്യൂ. ദ റേഷ്യോ ഓർ പ്രൊപ്പോർഷൻ ഇൻ വിച്ച് കമ്മോഡിറ്റി ട്രേഡ്സ് ഫോർ അനദർ ഓൺ ദി മാർക്കറ്റ്. അതായത് ഇത് എത്ര പ്രൊപ്പോർഷനിൽ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നു. ഒരു ഐഫോൺ കൊടുത്താൽ 100 ചെയർ കിട്ടും, അല്ലെങ്കിൽ 100 വേറെ സംഭവം കൊടുത്താൽ വേറെ സാധനം കിട്ടും എന്ന രീതിയിൽ അതൊരു പ്രൊപ്പോർഷൻ കാണുമല്ലോ. അതാണ് എക്സ്ചേഞ്ച് വാല്യൂ. ആ റേഷ്യോ ഓർ പ്രൊപ്പോർഷൻ ഇൻ വിച്ച് കമ്മോഡിറ്റി ട്രേഡ്സ്. അപ്പോൾ ഈ റേഷ്യോ പ്രൊപ്പോർഷൻ എങ്ങനെ വരുന്നു അതിനെക്കുറിച്ച് പഠിക്കാനാണ് ലേബർ തിയറി ഓഫ് വാല്യൂ കൂടുതൽ ശ്രമിക്കുന്നത്. യൂസ് വാല്യൂ എന്ന് പറയുന്നത് കമ്മോഡിറ്റിയിൽ യൂസ് വാല്യൂ ഉണ്ടെങ്കിലേ
നമുക്കത് വിൽക്കാൻ പറ്റത്തുള്ളൂ എന്നതിനപ്പുറം ഈ അതിന്റെ ഈ മാർക്കറ്റ് അതിന്റെ ഈ റേഷ്യോ പ്രൊപ്പോർഷണലിലേക്കൊക്കെ വരുമ്പോൾ അതിന് വേറെ വലിയ സംഭവമില്ല എന്നതാണ് മാർക്സ് പറയുന്നത്, അല്ലെങ്കിൽ ലേബർ തിയറി ഫയൽ പറയുന്നത്. ഓക്കെ, സോ മാർക്സിന് ഈ ചോദ്യം ചോദിക്കണം, വാട്ട് മേക്സ് ദം എക്സ്ചേഞ്ചബിൾ? നമ്മൾ നേരത്തെ ചോദ്യം തന്നെ, ആ ഒരു ഈ എന്താണ് ഇവരെ എക്സ്ചേഞ്ച് ചെയ്യപ്പെടാൻ പറ്റുന്ന സംഭവം എന്താണ്? ലെറ്റ് us take two commodities, example corn and iron. ചോളവും ഇരുമ്പ് എടുത്തു കഴിഞ്ഞാൽ the proportions in which they are exchangeable can always be represented by an equation in which a given quantity of corn is equated to some quantity of iron. അതായത് നിങ്ങൾ എപ്പോഴും അത് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഒരു ഗിവൺ പ്രൊപ്പോർഷനിൽ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 1/4 corn equal to x century weight iron. അവിടെ ഉള്ള ഒരു യൂണിറ്റ് ആണ് സെഞ്ചുറി വെയിറ്റ് iron ഉള്ളത്. അന്ന് ബ്രിട്ടനിലുള്ള ഒരു യൂണിറ്റ് ആയിരുന്നു. ഒരു ക്വാർട്ടർ ചോളം എന്ന് പറയുന്നത് ഇത്ര സെഞ്ചുറി വെയിറ്റ് ഇരുമ്പ് എന്നുള്ളൊരു ഒരു റേഷ്യോയിൽ അത് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യപ്പെടാനുള്ള കാരണം എന്താണ്? ഇറ്റ് ടെൽസ് us that in two different things there exists in equal quantity something common to both. അതായത് ഈ രണ്ട് വസ്തുക്കളിലും ഈ രണ്ട് ചരക്കുകളിലും ഈക്വൽ ആയിട്ടുള്ള എന്തോ സംഭവമുണ്ട്. അത് നേരത്തെ നമ്മൾ പറഞ്ഞ തന്നെ മാർക്സും ക്യാപിറ്റൽ എഴുതുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത് എക്സ്ചേഞ്ച് ചെയ്യപ്പെടാൻ പറ്റുന്നത്. അത് എന്താണ് നമ്മൾ പഠിക്കാനാണ് ശ്രമിക്കുന്നത്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ മാർക്സ് പറയുകയാണ്. അപ്പം മാർക്സ് പറയുന്നത് ഇത് അധ്വാനമാണ് എന്നാണ്. എങ്ങനെയാണ് മാർക്സ് പറയുന്നത്? മാർക്സ് പറയുകയാണ്, വി പുട്ട് ഔട്ട് ഓഫ് സൈറ്റ് ബോത്ത് ദി യൂസ്ഫുൾ ക്യാരക്ടർ ഓഫ് ദി വേരിയസ് കൈൻഡ്സ് ഓഫ് ലേബർ എംബോഡിഡ് ഇൻ ദം. ദർ ഇസ് നത്തിങ് ലെഫ്റ്റ് ബട്ട് വാട്ട് ഈസ് കോമൺ ടു ദം ഓൾ ആർ റെഡ്യൂസ്ഡ് ടു വൺ ആൻഡ് സെയിം സോർട്ട് ഓഫ് ലേബർ, ഹ്യൂമൻ ലേബർ ഇൻ ദി അബ്സ്ട്രാക്ട്. അതായത് മാർക്സ് പറയുകയാണ്, നമ്മൾ ഈ വസ്തുവിൻ്റെ, ഇപ്പം ഞാൻ ഈ ഐഫോണും ചെയറിൻ്റെയും കാര്യമാണ് പറഞ്ഞെങ്കിൽ ഇതെങ്ങനെ എക്സ്ചേഞ്ചബിൾ ആവുന്നു എന്ന് നമ്മൾ പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഓഫ് ദി വേരിയസ് കൈൻഡ്സ് ഓഫ് ലേബർ എംബോഡിഡ് ഇൻ ദം. ഇതൊക്കെ മറക്കണം. ഈ ചെയറിൽ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഇരിക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ട്, അല്ലെങ്കിൽ നല്ല മെറ്റീരിയൽ ആണ്. ഈ സംഭവങ്ങളൊക്കെ മറന്നു കഴിഞ്ഞാൽ there is nothing left but what is common to them all. അങ്ങനെയൊക്കെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൽ കോമൺ ആയിട്ടുള്ളത് വേറൊന്നുമില്ല. എന്താണ്? all are reduced to one and the same sort of labor, human labor in the abstract. ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്ന മനുഷ്യന്റെ അധ്വാനത്തിലൂടെ വന്നതാണ്. ഇവിടെയാണ് മാർക്സ് പോയിന്റ് വയ്ക്കുന്നത്. മാർക്സ് പറഞ്ഞാൽ ഓക്കെ ശരിയാണ്, നിങ്ങൾ ഐഫോൺ ഒരു പ്രത്യേകതരം യൂസ് വാല്യൂ നോക്കി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള പലതരത്തിലുള്ള ഉപയോഗമുണ്ടെങ്കിലും ഇതെല്ലാം മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കുന്നതാണ് എന്നതാണ് ഇതെല്ലാത്തിലുള്ള കോമൺ സംഭവം. വേറൊന്നും ഇതിൽ കോമൺ ആയിട്ടില്ല. മനുഷ്യരുടെ അധ്വാനമാണ് ഇതുണ്ടാക്കുന്നത്. ആൻഡ് ഹ്യൂമൻ ലേബർ ഇൻ ദ അബ്സ്ട്രാക്ട്. അബ്സ്ട്രാക്ട് എന്താണെന്ന് ഞാൻ അടുത്ത സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ മാർക്സ് പറഞ്ഞ രണ്ട് തരത്തിലുള്ള അധ്വാനമുണ്ട് മനുഷ്യരെന്നാണ്, കോൺക്രീറ്റ് ലേബറും അബ്സ്ട്രാക്ട് ലേബറും. കോൺക്രീറ്റ് ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ജോലി. ഇപ്പം ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്, നിങ്ങൾ ചിലപ്പം ഒരു അക്കൗണ്ടന്റ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഒരു ഡോക്ടർ ആയിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ടീച്ചർ ആയിരിക്കും. ഇങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലേബർ, ഡിഫറെന്റ് സ്പെസിഫിക് ടൈപ്സ് ഓഫ് അധ്വാനം ഉണ്ട്. അതിനാണ് കോൺക്രീറ്റ് ലേബർ എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഐഫോൺ ഉണ്ടാക്കാൻ വേണ്ടി വേണ്ട കോൺക്രീറ്റ് ലേബർ എന്തൊക്കെയാണ്? ഇതിന് ഒരു ഡിസൈനർ വേണം, ഒരു ചിപ്പ് ടെസ്റ്റ് ചെയ്യുന്ന ആൾ വേണം, സോഫ്റ്റ്വെയർ എഞ്ചിനീയർ വേണം, പിന്നെ ഈ എന്താ പറയുക ഇതിന്റെ റോ മെറ്റീരിയൽസ് എക്സ്ട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒരു ആൾ വേണം. അപ്പൊ ഇങ്ങനെയുള്ള കോൺക്രീറ്റ് ലേബേഴ്സ് ഉണ്ട്. ആ കോൺക്രീറ്റ് ടൈപ്പ് ഓഫ് ലേബേഴ്സ് ആണ്, അങ്ങനെയുള്ള സ്പെസിഫിക് ടൈപ്സ് ഓഫ് അധ്വാനമാണ് ഇതിന്റെ ഉപയോഗം ഉണ്ടാകുന്നത്, യൂസ് വാല്യൂ ഉണ്ടാകുന്നതാണ്. പക്ഷേ അബ്സ്ട്രാക്ട് വാല്യൂ ക്രിയേറ്റ്സ് ലേബർ. അബ്സ്ട്രാക്ട് വാല്യൂ എന്ന് വെച്ചാൽ എന്താണ്? പൊതുവിലുള്ള മനുഷ്യന്റെ അധ്വാനം. ഞാനിവിടെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നു, ഞാൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട് ഞാൻ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നെങ്കിൽ എൻ്റെ ഒരു കോൺക്രീറ്റ് ലേബറാണ്. അതേമാതിരി ഒരു കർഷകൻ അരിയും ചോളവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതൊരു കോൺക്രീറ്റ് ലേബറാണ്. അപ്പൊ പക്ഷേ ഈ രണ്ടും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് അബ്സ്ട്രാക്ട് ലേബർ ആണ്. അത് രണ്ടും മനുഷ്യന്റെ അധ്വാനമാണ്. രണ്ടും വേറെ വേറെ രീതിയിലുള്ള അധ്വാനമെങ്കിലും പൊതുവിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഇത് മനുഷ്യന്റെ അധ്വാനത്തിലൂടെ വരുന്ന സംഭവമാണ്. അപ്പോൾ ഈ അബ്സ്ട്രാക്ട് ലേബർ ആണ് വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്, കോൺക്രീറ്റ് ലേബർ അല്ല. അബ്സ്ട്രാക്ട് ലേബർ എന്ന് പറഞ്ഞാൽ ഈ സ്പെസിഫിക്കേഷൻസ് എല്ലാം നമ്മൾ മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ സ്പെസിഫിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ കർഷകനും അധ്വാനിക്കുകയാണ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറും അധ്വാനിക്കുകയാണ്, ഡോക്ടറും അധ്വാനിക്കുകയാണ്, എല്ലാവരും അധ്വാനിക്കുകയാണ്. ഈ സമൂഹത്തിന്റെ അധ്വാനത്തിലൂടെയാണ് ഈ പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്നാണ് മാർക്സ് പറയുന്നത്. ആ പൊതു അധ്വാനം, സമൂഹത്തിന്റെ പൊതു അധ്വാനമാണ് ഈ വാല്യൂ ഉണ്ടാക്കുന്നത് എന്ന് പറയാനാണ് ഈ രണ്ട് കോൺസെപ്റ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. കോൺക്രീറ്റ് ലേബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ജോലികളും സ്പെസിഫിക് ആയിട്ടുള്ള അധ്വാനങ്ങളാണെങ്കിൽ അബ്സ്ട്രാക്ട് ലേബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൊതു അധ്വാനം, സമൂഹത്തിന്റെ പൊതു അധ്വാനം. അപ്പൊ ഈ പൊതു അധ്വാനത്തെയാണ് സോഷ്യലി നെസസറി ലേബർ ടൈം എന്ന് പറയുന്നത്. ഇതാണ് വാല്യൂ എന്നാണ് ലേബർ തിയറി പറയുന്നത്. സോഷ്യലി നെസസറി ലേബർ ടൈം. ഈ പൊതു അധ്വാനം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിക്കണം. സോഷ്യലി നെസസറി ലേബർ ടൈം എന്നാണ്, ഇൻഡിവിജ്വൽ നെസസറി ലേബർ ടൈം. സമൂഹത്തിന്റെ ഒരു സാമൂഹിക തലത്തിലുള്ള ഒരു അധ്വാന സമയമാണ് എടുക്കുന്നത്. സോ വാട്ട് ഈസ് സോഷ്യൽ നെസസറി ടൈം? സോഷ്യൽ നെസസറി ടൈം ഇസ് ദ ആവറേജ് ടൈം നീഡഡ് ടു മേക്ക് എ പ്രൊഡക്റ്റ് ഇൻ എ സൊസൈറ്റി. അതായത് നിങ്ങൾ ഇപ്പം ഈ ഐഫോണിന്റെ സോഷ്യലി നെസസറി ലേബർ ടൈം നോക്കുകയാണെങ്കിൽ ഇന്ന യൂണിറ്റിൽ, ഇന്ന ഫാക്ടറിയിൽ, ഇന്ന മെഷീനിന് ഇത് ഇത്ര ടൈം എടുത്തു എന്നതല്ല നോക്കുന്നത്. സമൂഹത്തിൽ പൊതുവിൽ ആവറേജ് ആയി, ഓൺ ആൻ ആവറേജ് ഐഫോൺ ഉണ്ടാക്കാൻ എത്ര അധ്വാനം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നതാണ്. സോ ലേബർ ടൈം റിക്വയർഡ് ടു പ്രൊഡ്യൂസ് എ കമ്മോഡിറ്റി യൂസിങ് ദി നോർമൽ സ്കിൽ ആവറേജ് ടോൾസ് ഇൻ എ ഗിവൻ സൊസൈറ്റി. അതായത് ഒരു സമൂഹത്തിൽ ഒരു ചരക്ക് ഉണ്ടാക്കാൻ വേണ്ടി ആവറേജ് ടൂൾസും ആവറേജ് സ്കില്ലും ഒക്കെ ഉള്ള ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ എത്ര സമയം എടുക്കുന്നു എന്നതാണ്. ഇപ്പൊ ഇൻഡിവിജ്വലി നമുക്ക് ചിലപ്പോൾ ചില ആളുകൾ ഫാസ്റ്റർ ആയിരിക്കും, ചില ആളുകൾ സ്ലോവർ ആയിരിക്കും. ഇപ്പം എന്നോടൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഞാൻ ഭയങ്കര മടിയനാണ്, അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ സ്ലോവർ ആയിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷെ എന്നെക്കാൾ നല്ലൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ചിലപ്പോൾ എന്നെക്കാൾ ഫാസ്റ്റർ ആയിട്ട് ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. പക്ഷെ സെയിം സോഫ്റ്റ്വെയർ
നിങ്ങൾ ആ സമൂഹത്തിൽ നോക്കുമ്പോൾ ഒരു നോർമൽ സ്കില്ലും നോർമൽ ടൂൾസും ആ സമൂഹത്തിൽ അവൈലബിൾ ആയിട്ടുള്ള നോർമൽ ടൂൾസും നോർമൽ സ്കില്ലും വെച്ച് നോക്കുമ്പോൾ ഓൺ ആൻ ആവറേജ് എത്ര വരുന്നു എന്നതാണ് നമ്മൾ നോക്കുന്നത്. അതാണ് സോഷ്യലി നെസസറി ലേബർ ടൈം. അതാണ് ആ ചരക്കുകളുടെ മൂല്യം നിർണ്ണയിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ പോയിന്റ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോഷ്യലി നെസസറി ലേബർ ടൈം ആണ്. മാർക്സ് ക്യാപിറ്റലിസത്തെ അഡ്രസ് ചെയ്യുമ്പോൾ ഇൻഡിവിജ്വൽ തലത്തിലല്ല അതിനെ അഡ്രസ് ചെയ്യുന്നത്, സാമൂഹിക തലത്തിലാണ്. അതുകൊണ്ട് തന്നെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഞാൻ കൂടുതൽ പണിയെടുത്തല്ലോ, അവൻ കുറച്ച് പണിയെടുത്തുള്ളൂ, അപ്പോൾ ഞാൻ കൂടുതൽ പണിയെടുത്തുണ്ടെങ്കിൽ എനിക്ക് കൂടുതൽ മൂല്യമില്ലേ എന്ന് ചോദിക്കുന്നത്. അങ്ങനെയല്ല മാർക്സ്. നിങ്ങൾ ചിലപ്പോൾ കൂടുതൽ പണിയെടുത്ത് കാണും. നിങ്ങൾ കൂടുതൽ പണിയെടുത്താലും നിങ്ങൾ കുറവ് പണിയെടുത്താലും നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ പൊതു അധ്വാനം എന്ന് പറയുന്നത് ഈ ലെവലാണ്. അതിന് മുകളിലോ താഴെ ആയിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. ഇൻഡിവിജ്വൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്. പക്ഷെ നിങ്ങൾ അത് അതിനേക്കാളും പെട്ടെന്ന് ചെയ്താലും അതിനേക്കാളും കുറവ് ചെയ്താലും നിങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ പൊതുവെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചരക്കുണ്ടാകാൻ ഇത്ര സമയമാണ് എടുക്കുന്നത്. അപ്പോൾ അതാണ് അതിന്റെ മൂല്യം. ഇതാണ് പോയിന്റ്. ഓക്കെ, സോ ഈ സോഷ്യലി നെസസറി ലേബർ ടൈം ഇതാണ് മൂല്യം എന്നാണ് ലേബർ തിയറി ഓഫ് വാല്യൂ പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം വരാം, ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് വരുമ്പോൾ വാല്യൂ കൂടുകയാണോ കുറയുകയാണോ? ഇത് ഞാൻ ആദ്യം വായിച്ചപ്പോൾ എന്റെ കിളി പോയിരുന്നു. ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് പറഞ്ഞാൽ മൂല്യം കുറയുകയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാം? അല്ലെങ്കിൽ അറിയാം എന്തുകൊണ്ടാണ് ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് കൂടുമ്പോൾ മൂല്യം? യെസ്, കാരണം ടെക്നോളജി കൂടുന്തോറും എന്താണ് സംഭവിക്കുന്നത്? ആ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ആവറേജ് ടൈം കുറയുകയാണ്. പണ്ട് നിങ്ങൾക്ക് ഒരു ചാക്ക് അരി ഭയങ്കര മൂല്യമുള്ള ഒരു സംഭവമാണ്. ഒരു ചാക്ക് അരി 100 വർഷം മുമ്പ് ഒരു ചാക്ക് അരി എന്ന് പറഞ്ഞാൽ ഭയങ്കര മൂല്യമുള്ള സംഭവമായിരിക്കും. കാരണം അത് ഉണ്ടാക്കാൻ പാടാണ്. ഒരു സമൂഹത്തിൽ ഒരു ചാക്ക് അരി ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് വെരി ടഫ്. ഇന്ന് നിങ്ങൾക്ക് ഒരു ചാക്ക് അരി ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം അതിനുള്ള ടെക്നോളജി, അതിനുള്ള സ്കില്ല്, അതിനുള്ള നോളജ് സമൂഹത്തിൽ വന്നതോടുകൂടി ഒരു ചാക്ക് അരിയുടെ മൂല്യം, ഈ വാല്യൂ, ഈ സോഷ്യൽ നെസസറി ലേബർ ടൈം എന്താണ് കുറഞ്ഞിട്ടുണ്ട്. സോ വാല്യൂ കുറയുന്ന നല്ല കാര്യമാണ്. ലേബർ തിയറി ഓഫ് വാല്യൂ പ്രകാരം വാല്യൂ കുറയുന്ന നല്ല കാര്യമാണ്. കാരണം വാല്യൂ കുറയും തോറും നിങ്ങൾക്ക് കൂടുതൽ പ്രൊഡക്ഷൻ നടത്താൻ പറ്റുന്നു. നിങ്ങൾക്ക് കുറച്ച് സമയം, മനുഷ്യന്റെ കുറച്ച്, ആ സമൂഹത്തിന്റെ കുറച്ച് അധ്വാനം വെച്ച് ഒരുപാട് സംഭവം ഉണ്ടാക്കും. ഇത് നിങ്ങൾക്ക് എവിടെയും കാണാം. പണ്ട് 20-30 കൊല്ലം മുമ്പ് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ഭയങ്കര വലിയ സംഭവമായിട്ട് വന്നു. കാരണം അത് ഉണ്ടാക്കാൻ ഭയങ്കര ഒരു ടീം വേണം. ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ടീമിനെ എടുത്ത് നിങ്ങൾ ഹയർ ചെയ്യുന്നു, അത് സംഭവം ചെയ്യുന്നു. ഇന്നതൊന്നുമില്ല. ഇന്ന് നിങ്ങൾക്ക് ഒരു AI യോട് വെച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് വരും. സോ സോഷ്യലി നെസസറി ലേബർ ടൈം കുറയും തോറും നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി കൂടും. സോ ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് എപ്പോഴും വാല്യൂയെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. സോ ഇതൊരു എക്സാമ്പിൾ കൂടിയാണ്. ഈ മൂല്യം എന്ന് പറയുന്നത് യൂട്ടിലിറ്റി അല്ല എന്നതിന്റെ ഒരു തെളിവും കൂടിയാണ്. ഒരു ചാക്ക് അരിയുടെ യൂസ് വാല്യൂ കുറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഒരു ചാക്ക് അരി അന്നും വിശപ്പുള്ളവന് ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അന്നും അവന്റെ വിശപ്പ് മാറ്റുന്നുണ്ട്, ഇന്നും നമ്മുടെ വിശപ്പ് മാറ്റുന്നുണ്ട്. പക്ഷെ ഇന്ന് ഒരു ചാക്ക് അരിക്ക് അത്ര മൂല്യമില്ല. കാരണം എന്താണ്? അത് ഉണ്ടാക്കാനുള്ള പൊതു അധ്വാനം കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ യൂട്ടിലിറ്റി തിയറി ആണ് ശരി എന്ന് പറയുന്ന ആളുകൾ ചിന്തിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് ഈ യൂട്ടിലിറ്റി സെയിം തന്നെ? ഒരു ചാക്ക് അരിയുടെ യൂട്ടിലിറ്റി ഒന്നും മാറില്ല. മനുഷ്യർക്ക് ഇപ്പോഴും ഒരു ചാക്ക് അരി കൊണ്ടുള്ള ഉപയോഗം അത് നിനക്ക് തന്നെയാണ്. ഓക്കെ, അഗൈൻ എന്താ പറഞ്ഞ മൊമെന്റ് യു നീഡ് ടു തിങ്ക് എന്തുകൊണ്ടാണ് യൂട്ടിലിറ്റി തിയറി ആളുകൾ എടുക്കുന്നതെന്ന് നമ്മൾ വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. എനിവേ, അപ്പൊ ഇവിടെ അതുകൊണ്ട് തിങ്സ് വിത്ത് യൂസ് വാല്യൂ ബട്ട് നോ വാല്യൂ. ചില സംഭവങ്ങൾക്ക് യൂസ് വാല്യൂ ഉണ്ട്, ബട്ട് വാല്യൂ കാണില്ല. ഫോർ എക്സാമ്പിൾ എയർ, അല്ലെ, ഭയങ്കര യൂസ് വാല്യൂ ആണ്. നമ്മൾ ശ്വസിക്കാൻ നമുക്ക് ഓക്സിജൻ ഇല്ലെങ്കിൽ നമ്മൾ ഒരു 2 മിനിറ്റോ 3 മിനിറ്റോ 4 മിനിറ്റിനുള്ളൊക്കെ നമ്മൾ മരിച്ചു. പക്ഷെ അതിന് വാല്യൂ ഇല്ല. കാരണം അതൊരു കമ്മോഡിറ്റി അല്ല, മാർക്കറ്റ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന ഒരു കമ്മോഡിറ്റി അല്ല, റെഡിലി അവൈലബിൾ ആണ്. റിവർ, പുഴ, ഇപ്പൊ എന്റെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ പുഴയിൽ പോകുമ്പോൾ അവിടെ പലതരം യൂസ് വാല്യൂ ആണ്. ചിലർ കുളിക്കാൻ വരുന്നു, ചിലർ നീന്തൽ പഠിക്കാൻ വരുന്നു, ചിലർ മീൻ പിടിക്കാൻ വരുന്നു, ചിലർ പശുവിനെ കുളിപ്പിക്കാൻ വരുന്നു, തുണി കഴുകാൻ വരുന്നു. ഇങ്ങനെ പലതരം യൂസ് വാല്യൂ ഉണ്ട്. പക്ഷെ അതൊരു മാർക്കറ്റിലെ എക്സ്ചേഞ്ചബിൾ കമ്മോഡിറ്റി അല്ല. അതുകൊണ്ട് അതിന് വാല്യൂ ഇല്ല. സമൂഹം അധ്വാനിച്ചുണ്ടാക്കുന്ന സംഭവം. അല്ലെങ്കിൽ തിങ്സ് വി പ്രൊഡ്യൂസ് ഫോർ അവർ ഓൺ യൂസ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമാണ്. നമ്മൾ നമുക്ക് വേണ്ടി തന്നെ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. നമ്മൾ വീട്ടിൽ നമ്മൾ തന്നെ ഒരു എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കി നമ്മൾ അധ്വാനിച്ച് കാണും. അതിന് യൂസ് വാല്യൂ കാണും, പക്ഷെ അതിന് വാല്യൂ ഇല്ല. ഓക്കെ, സോ ഇത്തരം സംഭവങ്ങൾക്ക് യൂസ് വാല്യൂ ഉണ്ടെങ്കിലും വാല്യൂ ഇല്ല. അപ്പൊ നമുക്ക് മൂല്യം എന്താണെന്ന് മനസ്സിലായി. ഇനിയുള്ള ചോദ്യം വില എന്താണ്? വാട്ട് അബൌട്ട് പ്രൈസ് ദെൻ? മൂല്യം എന്താണെന്ന് മനസ്സിലായി. മൂല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചരക്ക് ഉണ്ടാക്കാനുള്ള ഒരു ആവറേജ് സോഷ്യലി നെസസറി ലേബർ ടൈം ആണ് എന്നൊരു സംഭവം നമുക്ക് കിട്ടി. അപ്പൊ പിന്നെ എന്താണ് പ്രൈസ്? വില എന്താണ്? വിലയും മൂല്യവും തമ്മിലുള്ള ബന്ധം എന്താണ്? അത് ഇപ്പൊ സപ്ലൈ ആൻഡ് ഡിമാൻഡ് അല്ലേ വില തീരുമാനിക്കുന്നത്? ആളുകൾ ചോദിക്കാറുണ്ട്, അല്ലേ? ഇസിന്റ് ഇറ്റ് സപ്ലൈ ആൻഡ് ഡിമാൻഡ്? ഇപ്പം നമുക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പം ഈ യുദ്ധം നടന്നപ്പോൾ, സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് ഇറാൻ അടച്ചപ്പോൾ ഓയിലിന്റെ വില കൂടി. അപ്പൊ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓയിലിന്റെ സപ്ലൈ കുറഞ്ഞു, ഡിമാൻഡ് കൂടി. അപ്പൊ അതിനനുസരിച്ച് നിർത്തി വില കൂടി. അപ്പം ഡിമാൻഡ് ആൻഡ് സപ്ലൈ അല്ലേ? നാച്ചുറൽ ചോദ്യം. അപ്പൊ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അല്ലേ ഇതിന്റെ വില തീരുമാനിക്കുന്നത് എന്നൊരു സംഭവം നാച്ചുറലി ചോദിക്കണം എന്നാണ് എന്റെ പോയിന്റ്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്ന സപ്ലൈ ആൻഡ് ഡിമാൻഡും മൂല്യവും പ്രൈസും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ഇതും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ പോപ്പുലർ ആയിട്ടുള്ള വിമർശനങ്ങൾ എന്താണ്, ഈ ലേബർ തിയറി ഓഫ് വാല്യൂ, ഈ പോപ്പുലർ ആയിട്ടുള്ള മിസ്കൺസെപ്ഷൻ എന്താണെന്ന് ഒരു ക്ലാരിറ്റി വരിക. അപ്പോൾ സപ്ലൈ ആൻഡ് ഡിമാൻഡും വാല്യൂവും ആൻഡ് പ്രൈസ് എന്ന് വെച്ചാൽ വില, ഇത് തമ്മിലുള്ള ബന്ധം എന്താണ്? ഇതാണ് നമ്മുടെ ഈ നോർമൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് കർവ്. നമ്മുടെ എക്കണോമിക്സ് ബുക്കുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ കർവ് ഒന്നും കാണാൻ പറ്റും. ഇങ്ങനെ ഡിമാൻഡ് ഇങ്ങനെ കുറഞ്ഞു വരുന്നു, സപ്ലൈ കൂടി വരുന്നു, ഒരു പോയിന്റിൽ അത് കട്ടാവുന്നു, അവിടെയാണ് പ്രൈസ് വരുന്നതെന്നൊക്കെയുള്ള ഒരു സംഭവമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ചില ആളുകൾ പറയുന്നത് മാർക്സിന് സപ്ലൈ ആൻഡ് ഡിമാൻഡ് അറിയില്ല, മാർക്സിന്റെ മണ്ടനായിരുന്നു, അവന് മാർക്കറ്റ് എന്താണെന്ന് അവൻ അറിയില്ലായിരുന്നു.
ഞാൻ മാർക്സിന്റെ ഒരു കോട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. വേജ് ലേബർ ആൻഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞ പുള്ളിയുടെ ഒരു വർക്കിൽ പുള്ളി എഴുതി വെച്ച സംഭവമാണ്. പുള്ളി ചോദിക്കണം വാട്ട് ഡിറ്റർമൈൻസ് പ്രൈസ് ഓഫ് കമ്മോഡിറ്റീസ് എന്നുള്ള ചോദ്യത്തിന് മാർക്സ് പറയാണ് ബൈ ദ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ബൈ ദ റിലേഷൻ ഓഫ് ദി ഡിമാൻഡ് ടു ദ സപ്ലൈ ഓഫ് ദി കോൾ ടു ദി ഓഫർ. അപ്പോൾ മാർക്സ് എഴുതുന്നുണ്ട് വില നിർണ്ണയിക്കുന്നത് ഇതാണ്, relation between buyers and sellers, competition between buyers and sellers by the relation of the demand to the supply. Supply and demand തമ്മിലുള്ള relation. The competition by which the price of a commodity is determined is threefold. മൂന്ന് തരത്തിലുള്ള മൂന്ന് രീതിയിലുള്ള കോമ്പറ്റീഷൻ അവിടെ നടക്കുന്നുണ്ട് എന്നാണ് മാർക്സ് പറയുന്നത്. എന്താണ് മൂന്ന് രീതിയിലുള്ള കോമ്പറ്റീഷൻ? ഒന്ന് ബയേഴ്സും തമ്മിൽ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. ബയേഴ്സ് തമ്മിലുള്ള കോമ്പറ്റീഷൻ എനിക്ക് ആദ്യം വേണം എന്നതാണ്. നമുക്കറിയാലോ, ഇപ്പോൾ ആദ്യമായിട്ട് പ്ലേ സ്റ്റേഷൻ വരുന്നു അല്ലെങ്കിൽ ആദ്യമായിട്ട് ഐഫോൺ വരുന്ന ഇങ്ങനെ വലിയ ലൈൻ നമുക്ക് കാണാം. ബയേഴ്സ് തമ്മിലുള്ള കോമ്പറ്റീഷൻ, എനിക്ക് ആദ്യം കിട്ടണം. അതേമാതിരി തന്നെ സെല്ലേഴ്സ് തമ്മിൽ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ഞാൻ മാത്രമേ വിൽക്കാൻ പാടുള്ളൂ, മാക്സിമം മൊണോപ്ലൈസ് ചെയ്യണം, ബാക്കിയുള്ള എല്ലാ സെല്ലേഴ്സും ഈ മാർക്കറ്റിൽ നിന്ന് ഔട്ട് ആവണം, ഞാൻ മാത്രമായിരിക്കണം ഏറ്റവും വലിയ സപ്ലയർ, ഏറ്റവും വലിയ സെല്ലർ എന്നുള്ള രീതിയിലൊരു കോമ്പറ്റീഷൻ നടക്കും. പിന്നെ ബയേഴ്സും സെല്ലേഴ്സും തമ്മിൽ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നത്. ഇതാണ് മൂന്നാമത്തെ രീതിയിലുള്ള കോമ്പറ്റീഷൻ. ബയേഴ്സിന്റെ ആഗ്രഹം ഏറ്റവും ചീപ്പ് വിലയ്ക്ക് എനിക്ക് കിട്ടണം, ഈ സെല്ലറിന്റെ ആഗ്രഹം ഏറ്റവും വില കൂടി എനിക്ക് അവനെ വിൽക്കണം. ഇങ്ങനെയുള്ളൊരു ത്രീ ഫോൾഡ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ഇതുവഴി ഉണ്ടാകുന്ന ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഉണ്ട്, അതാണ് വില നിർണ്ണയിക്കുന്നത്. അപ്പോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈക്ക് എതിരല്ല ലേബർ തിയറി ഓഫ് വാല്യൂ. ലേബർ തിയറി ഓഫ് വാല്യൂ ഡിമാൻഡ് ആൻഡ് സപ്ലൈ റിജക്ട് ചെയ്യുന്ന ഒരു തിയറി അല്ല. അല്ലെങ്കിൽ പല ആളുകൾ വിചാരിക്കുന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ വേറെ സംഭവം, ലേബർ തിയറി വാല്യൂ വേറെ സംഭവമാണ്. അങ്ങനെയല്ല. ലേബർ തിയറി ഓഫ് വാല്യൂ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അംഗീകരിക്കുന്നുണ്ട്. ബട്ട് എന്താണ് ഇവിടുത്തെ ഫണ്ടമെന്റൽ സംഭവം? ഇവിടെ ഒരു ചോദ്യമുണ്ട്. ശരിയാണ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ വെച്ചിട്ടാണ് ഈ എന്താ പറയുക വില നിർണ്ണയിക്കുന്നത്. പക്ഷേ ഡിമാൻഡ് ആൻഡ് സപ്ലൈയും ക്യാൻസൽ ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇങ്ങനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ കഴിച്ച് വിലയൊക്കെ കൂടിയും കുറയൊക്കെ ചെയ്യുന്നത് ശരി, പക്ഷേ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ക്യാൻസൽ ആയി കഴിഞ്ഞാൽ എന്ത് പറ്റും? അതായത് വൈ ഡു കമ്മ്യൂണിറ്റീസ് ഹാവ് എ സ്പെസിഫിക് പ്രൈസ് വെൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ക്യാൻസൽ ചെയ്താൽ? ഇപ്പോൾ ഒരു സമൂഹത്തിൽ ഒരു 10 യൂണിറ്റ് ഒരു കമോഡിറ്റി ഉണ്ട്, 10 ബയേഴ്സും ഉണ്ട്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഏതാണ്ട് സെയിം ആണ്, അപ്പോഴും അതിനൊരു വിലയുണ്ട്. അതെന്താ ആ വില വന്നത്? ഇപ്പൊ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഈക്വൽ ആണെങ്കിൽ നിങ്ങളുടെ മുമ്പ് ഒരു പെൻസിൽ ഒരു കാർ ഉണ്ടെന്ന് വെച്ചാൽ കാറിനും പെൻസിലിനും ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഈക്വൽ ആണെന്ന് വിചാരിച്ചു. സ്റ്റിൽ എന്തുകൊണ്ടാണ് പെൻസിൽ കാറിനെക്കാട്ടിലും ചീപ്പർ ആവുന്നത്? ഇപ്പം ഒരു സമൂഹത്തിൽ പെൻസിലിനും കാറിനും ഡിമാൻഡ് ആൻഡ് സപ്ലൈ എടുക്കുമ്പോൾ സെയിം ഡിമാൻഡും സെയിം സപ്ലൈ ആണെന്ന് വിചാരിച്ചു. അതായത് പെൻസിലിനും ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഈക്വൽ ആണ്, കാറിന് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഈക്വൽ ആണ്. അതായത് എത്ര പെൻസിൽ ഡിമാൻഡിലുണ്ടോ അത്രയും സപ്ലൈ ഉണ്ട് പെൻസിലിന്, എത്ര കാർ ഡിമാൻഡ് ഉണ്ട് അത്രയും സപ്ലൈ കാറിന്റെ ഡിമാൻഡ് ഉണ്ടെന്ന് വെച്ചു. അങ്ങനെ ഒരു സമൂഹം എന്ന് സങ്കല്പിക്കുക. അപ്പോഴും പെൻസിലിന്റെ വില എന്തുകൊണ്ട് കാറിനെക്കാട്ടിലും കുറഞ്ഞിരിക്കുന്നു? ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഈക്വൽ ആവുന്ന സമയത്ത്, ക്യാൻസൽ ആവുന്ന ഒരു ഇക്വിലിബ്രിയം പോയിന്റ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇക്വിലിബ്രിയം ആവുന്ന സമയത്തും എന്തുകൊണ്ട് ആ ഒരു വില വരുന്നു എന്ന ചോദ്യം ഡിമാൻഡ് ആൻഡ് സപ്ലൈ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഇതാണ് മാർക്സ് ചോദിക്കുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം. നമ്മൾ പലരും ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുമ്പോൾ മാർക്സ് ചോദിക്കുന്ന ഒരു ലെവൽ താഴെയുള്ള ചോദ്യമാണ് മാർക്സ് ചോദിക്കുന്നത്. മാർക്സ് ചോദിക്കുന്നത് ശരി, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഞാൻ അംഗീകരിച്ചു, പക്ഷേ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇക്വിലിബ്രിയം ആവുമ്പോഴും എന്തുകൊണ്ട് അതിനൊരു വില വരുന്നു? ക്യാൻ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എക്സ്പ്ലെയിൻ വൈ എ കമോഡിറ്റി ഹാസ് എ പ്രൈസ് വെൻ ദേ ആർ ഇൻ ഇക്വിലിബ്രിയം? എന്തുകൊണ്ട് അത് $100 വരെ വരുന്നു, എന്തുകൊണ്ട് 100? അത് ഡിമാൻഡ് ആൻഡ് സപ്ലൈക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. ഡിമാൻഡ് ആൻഡ് സപ്ലൈക്ക് ആകെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഡിമാൻഡ് കൂടുമ്പോൾ വില കൂടി, ഡിമാൻഡ് കുറഞ്ഞപ്പോൾ വില കുറഞ്ഞു, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ. പക്ഷേ എന്തുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ നിൽക്കുന്നു എന്നത് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇൻ ഇറ്റ് സെൽഫ് കനോട്ട് എക്സ്പ്ലെയിൻ. അതാണ് മാർക്സ് ചോദിക്കുന്നത്. സോ മാർക്സ് ഇസ് നോട്ട് അഗെയിൻസ്റ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ. മാർക്സ് ചോദിക്കുന്നത് എന്താണ് ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ അടിസ്ഥാനം എന്നാണ് മാർക്സ് അന്വേഷിക്കാൻ ശ്രമിക്കുന്നത്. അത് മാർക്സിന്റെ കോട്ടിൽ തന്നെ ഉണ്ട്. മാർക്സ് ചോദിക്കുകയാണ്, ഇതാണ് മാർക്സ് വേജ് ലേബർ ആൻഡ് ക്യാപിറ്റൽ മാർക്സ് ചോദിക്കുന്നത്. ബട്ട് വാട്ട് ഈസ് എ റൈസ് ആൻഡ് വാട്ട് ഈസ് എ ഫോൾ ഓഫ് പ്രൈസസ്? വില കൂടുകയും കുറയുകയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് എ ഹൈ ആൻഡ് വാട്ട് ഈസ് എ ലോ പ്രൈസ്? കൂടിയ വില കുറഞ്ഞ വില എന്നാണ് എന്താണ്? എ ഗ്രെയിൻ ഓഫ് സാൻഡ് ഈസ് ഹൈ വെൻ എക്സാമിൻ ത്രൂ എ മൈക്രോസ്കോപ്പ്. നമ്മളൊരു മണൽത്തരി മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോൾ അത് വലിയതായിട്ട് തോന്നും. എ ടവർ ഇസ് ലോ വെൻ യു കമ്പയർ വിത്ത് എ മൗണ്ടനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു വലിയ ഗോപുരം നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നും. അതുപോലെ തന്നെ പ്രൈസ് എന്ന് പറഞ്ഞ ഡിമാൻഡ് ആൻഡ് സപ്ലൈ വെച്ചിട്ടാണ് വരുന്നതെങ്കിൽ വാട്ട് ഈസ് ദ റിലേഷൻ ബൈ വിച്ച് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഡിറ്റർമിൻഡ്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ നിർണ്ണയിക്കുന്നത് എന്താണ്? അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ പുള്ളി പറയുകയാണ്, ലെറ്റ് us turn to the first worthy citizen we meet. നിങ്ങളുടെ നാട്ടിൽ ഒരാളോട് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ പറയും, ഇഫ് ദ പ്രൊഡക്ഷൻ ഓഫ് ദി കമോഡിറ്റീസ് വിച്ച് ഐ സെൽ ഹാസ് കോസ്റ്റ് മീ £100. ഞാൻ ചരക്കുകൾ വിൽക്കുമ്പോൾ എനിക്ക് അത് വിൽക്കാൻ £100 ചിലവായെങ്കിൽ, ആൻഡ് ഔട്ട് ഓഫ് ദി സെയിൽ ഓഫ് ദീസ് ഗുഡ്സ് ഐ മേഡ് £110. അത് വിറ്റപ്പോൾ എനിക്ക് £110 കിട്ടിയെങ്കിൽ ദാറ്റ്സ് ആൻ ഓണസ്റ്റ് ആൻഡ് സൗണ്ട് റീസണബിൾ പ്രോഫിറ്റ്. അതൊരു റീസണബിൾ പ്രോഫിറ്റ് ആണെന്ന് ഞാൻ പറയും. കാരണം £100 എനിക്ക് ചിലവായി, വിറ്റപ്പോൾ എനിക്ക് £110 കിട്ടി, അപ്പോൾ അതൊരു റീസണബിൾ പ്രോഫിറ്റ് ആണെന്ന് പറയും. ബട്ട് ഇഫ് ഇൻ ദി എക്സ്ചേഞ്ച് I receive £120 or £130, that's a higher profit. പക്ഷേ എനിക്ക് 110 പകരം 120 130 കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും അതൊരു നല്ല ഇച്ചിരി കൂടെ ഹയർ പ്രോഫിറ്റ് ആണ് എന്നതാണ്. ആൻഡ് ഇഫ് ഐ ഷുഡ് ഗെറ്റ് ആസ് മച്ച് £200, ദാറ്റ് വുഡ് ബി ആൻ എക്സ്ട്രാ ഓർഡിനറി ആൻഡ് ഇനോർമസ് പ്രോഫിറ്റ്. പക്ഷേ എനിക്ക് £200 ആണ് കിട്ടുന്നെങ്കിൽ അതൊരു ഇനോർമസ് പ്രോഫിറ്റ് ആണെന്ന് ഞാൻ പറയും. അപ്പോൾ ഈ പ്രോഫിറ്റ് നല്ല പ്രോഫിറ്റ് ആണോ മോശം പ്രോഫിറ്റ് ആണോ എന്ന് ഡിറ്റർമൈൻ ചെയ്യുന്ന എന്താണ്? ഇറ്റ്സ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. What is it then that serves this citizen as a standard of his profit? The cost of production of his commodity. ചരക്കുകളുടെ ഉൽപ്പാദിപ്പിക്കാനുള്ള കോസ്റ്റ്, ചെലവ് എത്ര വരുന്നു, അതാണ് സ്റ്റാൻഡേർഡ് ഓഫ് പ്രോഫിറ്റ് തീരുമാനിക്കപ്പെടുന്നത്.
ഇപ്പൊ ഡിമാൻഡ് ആൻഡ് സപ്ലൈ നിങ്ങൾ നോക്കുമ്പോഴും ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്നത് ഇത് എന്തിനെ ബേസ് ചെയ്തിരിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. അതാണ് മാർക്സ് പറയുന്നത്. നിങ്ങൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈയെ കുറിച്ചൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ശരിയാണ്, ഡിമാൻഡ് കൂടുമ്പോൾ കൂടുന്നുണ്ട്, ഡിമാൻഡ് കുറയുമ്പോൾ കുറയുന്നുണ്ട്. പക്ഷേ ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ അടിസ്ഥാനപരമായിട്ട് നിലനിൽക്കുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനിലാണ്. ഒരു മുതലാളിക്ക് ആ ഉൽപ്പന്നം ഉണ്ടാക്കാൻ വേണ്ടി എത്ര ചെലവ് വന്നു അതിനെ ബേസ് ചെയ്ത് മാത്രമേ ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈക്ക് നിൽക്കാൻ പറ്റുകയുള്ളൂ എന്നാണ് ചോദിക്കുന്നത്. അത് പുള്ളി പറയുന്നുണ്ട്. What will be the consequence of a rise what will be the consequence of a rise in the price of a particular commodity? നിങ്ങളൊരു മാർക്കറ്റ് നോക്കുമ്പോൾ ചരക്കിന് വില കൂടി കഴിഞ്ഞാൽ അതിന്റെ കോൺസിക്വൻസ് ആയിരിക്കും. Mass of capital will be thrown into the prosperous branch of industry, and this immigration of capital into the provinces of the favored industry will continue until it yields no more than a customary profits. അതായത് ക്യാപിറ്റലിസം എന്ന് പറയുന്നത് പ്രോഫിറ്റ് സീക്കിംഗ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഡിമാൻഡ് സപ്ലൈ മാറുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ക്യാപിറ്റലിസ്റ്റ് അവരുടെ ക്യാപിറ്റൽ അതാത് ഇൻഡസ്ട്രിയിലേക്ക് മാറ്റിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഈ മാറ്റുന്ന എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ലാഭത്തിന്റെ അടിസ്ഥാനമാക്കി. ഒരു സ്ഥലത്ത് ഭയങ്കര ലാഭം കിട്ടുന്നു എന്നൊരു സംഭവം കാണുമ്പോൾ അവിടെ എന്താണ്? അവിടെ സപ്ലൈ കുറവും ഡിമാൻഡ് കൂടുതലാണെങ്കിൽ ഈ ക്യാപിറ്റലിസ്റ്റുകളെല്ലാം പോയി അവിടെ സപ്ലൈ കൂട്ടാൻ ശ്രമിക്കും. കാരണം അവിടെ എല്ലാം ലാഭത്തിന്റെ ഓപ്പർച്യൂണിറ്റി അല്ലേ, ലാഭത്തിന്റെ ഓപ്പർച്യൂണിറ്റി ക്യാപിറ്റലിസ്റ്റ് വിടത്തില്ല. അപ്പൊ അവർ കൊണ്ട് ഇട്ടുകൊണ്ടിരിക്കും. ഇട്ടിട്ട് അവസാനം എന്ത് പറ്റും? അവിടെ സപ്ലൈ കൂടും. സപ്ലൈ കൂടുമ്പോൾ എന്ത് പറ്റും? വീണ്ടും ഈ നമ്മൾ ഈ കാണുന്ന ത്രാസ് വീണ്ടും തിരിച്ചു വരും. ഇപ്പൊ ഈ ത്രാസിന്റെ ഇടതുഭാഗം മുകളിലും വലതുഭാഗം താഴെയാണല്ലോ. വലതുഭാഗം താഴെ കാണുമ്പോൾ എന്ത് ചെയ്യും? ക്യാപിറ്റലിസ്റ്റിലെ ഇടതുഭാഗത്ത് ഒന്ന് കൂടുതൽ വെയിറ്റ് ഇടും. കാരണം അവിടെ കൂടുതൽ ചാൻസ് ആണെന്ന് വെച്ചാൽ ഇട്ടിട്ട് എന്ത് പറ്റും? അത് വീണ്ടും ഇങ്ങനെ ആടി തിരിച്ച് അതിന്റെ ഒരു ഇക്വിലിബ്രത്തിലേക്ക് വരാൻ ശ്രമിക്കും. അപ്പം ഈ ഒരു ത്രാസ് ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. ഈ ത്രാസിന്റെ ആട്ടം എപ്പോഴും എന്തിന്റെ ബേസ് ചെയ്തായിരിക്കും? ലാഭത്തെ ബേസ് ചെയ്തിട്ടായിരിക്കും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. എന്തെങ്കിലും ഒരു ഇൻഡസ്ട്രിയിൽ ഭയങ്കര ബിസിനസ് ഉണ്ടെന്ന് കാണുമ്പോൾ ആളുകൾ അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അതിന്റെ സപ്ലൈ കൂടും. സപ്ലൈ കൂടുമ്പോൾ എന്ത് പറ്റും? ഒരു പോയിന്റ് ആകുമ്പോൾ ഈ സപ്ലൈ ഡിമാൻഡ് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ സപ്ലൈ കൂടുന്നതോറും അതിന്റെ വില കുറഞ്ഞു ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനെക്കാട്ടിലും കൂടുതൽ കിട്ടത്തില്ല. അല്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ അടുത്ത് വരുമ്പോഴത്തേക്കിനും ഈ ലാഭം എന്ന് പറയുന്നത് മിനിമം ലാഭവും ഭയങ്കര ഹൈ ലാഭത്തിലാണ് മാർക്കറ്റ് തുടങ്ങിയത്. പക്ഷെ കൂടുതൽ ആളുകൾ വന്ന് ഇൻവെസ്റ്റ് ചെയ്ത് എന്ത് പറ്റും? ആ ലാഭം കുറഞ്ഞു വരും. അപ്പൊ ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കും എന്നതാണ് പോയിന്റ്. സോ ബേസിക്കലി ഇവിടെ മാർക്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇങ്ങനെ ബേസ് ചെയ്താണ് പ്രൈസ് എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന സംഭവമാണ്. ഇതിങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഒരു സ്ഥലത്ത് ഭയങ്കര സപ്ലൈ കുറവാണ്, ഡിമാൻഡ് കൂടുതലാണെന്ന് കാണുമ്പോൾ ക്യാപിറ്റലിസ്റ്റുകൾ അവരുടെ ക്യാപിറ്റൽ ഇവിടെ കൊണ്ടിടും. അതേമാതിരി ഏതെങ്കിലും സ്ഥലത്ത് ഡിമാൻഡ് കുറവും സപ്ലൈ കൂടുതലുമാണെങ്കിൽ അവിടുന്ന് ക്യാപിറ്റൽ വലിക്കുകയും ചെയ്യും. അപ്പം ഈ കുറവ് ലാഭമുള്ള സ്ഥലത്ത് നിന്ന് കൂടുതൽ ലാഭമുള്ള സ്ഥലത്തേക്ക് ലാഭത്തിന്റെ കൊതി കാരണം ക്യാപിറ്റലിസ്റ്റ് അവരുടെ പൈസ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ മാർക്കറ്റിൽ എപ്പോഴും കാണുന്ന സംഭവമാണ് പെട്ടെന്ന് ഒരു ബൂം വരുമ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് എല്ലാവരും ഈ ക്യാപിറ്റൽ വലിക്കുന്നു, വേറെ ഇൻഡസ്ട്രി കൊണ്ടിടുന്നു, ആ ഇൻഡസ്ട്രിയിൽ നിന്ന് ക്യാപിറ്റൽ എടുക്കുന്നു, ഈ ക്യാപിറ്റൽ. അപ്പൊ ഈ ക്യാപിറ്റൽ എപ്പോഴും ഇങ്ങനെ ഇമിഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ മൈഗ്രേഷൻ കാരണം എന്താണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് ചുറ്റും മാത്രമേ ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓസിലേറ്റ് ചെയ്യത്തുള്ളൂ. ഈ ത്രാസ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്ന ത്രാസ് ആടുന്നുണ്ട്. പക്ഷേ ഈ ആടിന്റെ പിവറ്റ് എന്ന് പറയുന്നത്, ഈ നടുക്കത്തെ ആ ഭാഗം എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആണ്. ഇതിൽ ഒരു സൈഡ് മുകളിലേക്ക് പോകുമ്പോൾ ഓപ്പോസിറ്റ് ഫോഴ്സ് വന്ന് അതിനെ താഴോട്ട് വലിക്കാൻ ശ്രമിക്കും. ഒരു സൈഡ് താഴേക്ക് പോകുമ്പോൾ ഓപ്പോസിറ്റ് ഫോഴ്സ് വന്ന് മുകളിലേക്ക് വലിക്കാൻ ശ്രമിക്കും. ഈ ആട്ടം നടക്കുന്നു. ഇതാണ് ഓസിലേഷൻ നടക്കുന്നുണ്ടെന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് ചുറ്റുമായിരിക്കും ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓസിലേറ്റ് ആകുന്നത്. ദിസ് ഇസ് എ സെൻട്രൽ പോയിന്റ്. ഈ ക്ലാസിക്കൽ എക്കണോമിക്സിലുള്ള സെൻട്രൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതാണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇല്ല എന്നല്ല ലേബർ തിയറി ഓഫ് വാല്യൂ പറഞ്ഞു. ലേബർ തിയറി ഓഫ് വാല്യൂ പറയുന്നത് ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് ചുറ്റുമാണ് ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓസിലേറ്റ് ആവുന്നത്. അപ്പം ഇനി അടുത്ത ചോദ്യം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ലേബർ ടൈമുമായിട്ട് എന്താണ് ബന്ധം മാത്രമാണ്. അതും കൂടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ലേബർ തിയറി ഓഫ് വാല്യൂ നമുക്ക് ക്ലിയർ ആയി മനസ്സിലാവും. അപ്പൊ ഇനി അടുത്ത ചോദ്യം എന്താണ്? ഇപ്പൊ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഒരു ക്യാപിറ്റലിസ്റ്റിന്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ്? അയാൾക്ക് വർക്കേഴ്സിന് വേജ് കൊടുക്കണം, വർക്കേഴ്സ് ഉണ്ടായിരിക്കണം, സമൂഹത്തിൽ വർക്കേഴ്സ് ഉണ്ടായിരിക്കണം. അപ്പൊ വർക്കേഴ്സിനെ ഉണ്ടാക്കാൻ എന്ത് വേണം? കാരണം വർക്കേഴ്സിനെ ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെറുതെ അങ്ങ് മനുഷ്യരെ അങ്ങ് ഉണ്ടാക്കി വിട്ടാൽ പോരല്ലോ. അവർക്ക് ട്രെയിനിങ് കൊടുക്കണം, എഡ്യൂക്കേഷൻ കൊടുക്കണം, അവർക്ക് ഹെൽത്തി ആയിരിക്കണം അല്ലെ. ഇപ്പം നിങ്ങളൊരു അക്കൗണ്ടന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിന് രീതിയിലുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അവിടെ വേണം. അതിനെന്ത് വേണം? അധ്വാനം വേണം. അവർക്ക് പഠനം കൊടുക്കാൻ പറ്റണം, അവർക്ക് ഇൻഷുറൻസ് കൊടുക്കാൻ പറ്റണം, അവർക്ക് ആ ഒരു ക്യാപിറ്റലിസ്റ്റ് കമ്പനി വന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഹെൽത്ത് ആൻഡ് ബേസിക് മെയിൻ്റെനൻസ് നടക്കണം. അതെന്താണ്? അതിനെന്ത് വേണം? മനുഷ്യാധ്വാനം വേണം. ക്യാപിറ്റലിസ്റ്റിന് വേറെ എന്താണ്? വർക്കേഴ്സ് അല്ലാതെ വേണ്ടത് റോ മെറ്റീരിയൽസ് വേണം അല്ലെ. നിങ്ങളിപ്പോൾ ഒരു ടൂൾ ഉണ്ടാക്കുന്ന കമ്പനി ആണെങ്കിൽ ടൂളിന് റോ മെറ്റീരിയൽസ് ആണ്. റോ മെറ്റീരിയൽസ് എങ്ങനെയാണ് കിട്ടുന്നത്? മനുഷ്യന്റെ അധ്വാനത്തിലൂടെ കിട്ടുന്നത്. ഏതെങ്കിലും മനുഷ്യൻ പോയി അധ്വാനിച്ചെടുക്കണം. നിങ്ങൾക്കിപ്പോൾ ഇപ്പോൾ ഈ ഐഫോൺ ഉണ്ടാക്കുന്ന കമ്പനി ആണെങ്കിൽ നിങ്ങൾക്ക് വർക്കേഴ്സ് വേണം, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് വേണം, ചിപ്സെറ്റ് ടെസ്റ്റിംഗ് യൂണിറ്റ് വേണം, അതിനുള്ള ആളുകൾ വേണം. അതേമാതിരി നിങ്ങൾക്ക് സിലിക്കൺ അങ്ങനെയുള്ള സംഭവങ്ങളാണ്. ഇതെല്ലാം എവിടെ നിന്ന് വരുന്നു? ഇതെല്ലാം ലേബറിൽ നിന്ന് വരുന്നു. നിങ്ങൾക്ക് ടൂൾസ് ആൻഡ് ടെക്നോളജീസ് ആണ്. ഇതിനു വേണ്ടിയുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള മെഷീനറി നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. അതെങ്ങനെ ഉണ്ടാക്കുന്നത്? ഇത് ലേബറാണ്, അതും അധ്വാനമാണ് ഉണ്ടാക്കുന്നത്. സോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് ചുറ്റുമാണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ നടക്കുന്നതെങ്കിലും ഈ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്ലി മനുഷ്യന്റെ അധ്വാനം തന്നെയാണ്, അതല്ലാതെ വേറൊന്നുമല്ല. അതാണ് ലേബർ തിയറി വാല്യൂ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് ചുറ്റുമാണ് ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ മാറുന്നത് എന്നത് മാത്രമല്ല
കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് ഇറ്റ് ക്യാൻ ബി റീകൺസൈൽഡ് ടു ഈ സോഷ്യലി നെസസറി ലേബർ ടൈം. കാരണം അതിന് വേണ്ട എന്ത് സംഭവങ്ങളും നിങ്ങൾ എടുത്തു പോയി കഴിഞ്ഞാൽ അതിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് വരുന്ന മനുഷ്യന്റെ അധ്വാനമാണ്. കാരണം നിങ്ങളൊരു കമ്പനി തുടങ്ങുകയാണ്, നിങ്ങൾക്ക് എന്ത് വേണം? വർക്കേഴ്സിനെ വേണം. വർക്കേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സമൂഹമായിരിക്കണം അത്. ആ സമൂഹത്തിൽ വർക്കേഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും പ്രൊഡ്യൂസ് ചെയ്യുകയും റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ നിങ്ങൾക്ക് വർക്കേഴ്സിനെ ഹയർ ചെയ്യാൻ പറ്റുള്ളൂ. അതിനെന്ത് വേണം? അധ്വാനം വേണം. നിങ്ങൾക്ക് ആ അധ്വാനം നിങ്ങൾ തന്നെ ചെയ്യണമെന്നില്ല, സമൂഹത്തിൽ ആ അധ്വാനം വേണം. സമൂഹത്തിൽ ഇന്ന് നമ്മുടെ ഈ CJP പ്രൊട്ടസ്റ്റ് കണ്ടില്ലേ? നമ്മുടെ സമൂഹം അധ്വാനിച്ച് ഒരുപാട് ഡിഗ്രി അല്ലെങ്കിൽ ഒരുപാട് +2 പാസ്സാക്കുന്ന കുറെ സ്റ്റുഡൻസ് ആണ് അവിടെ സമരം ചെയ്യുന്നത്. അപ്പൊ അവരെ ഉണ്ടാക്കാനുള്ള അധ്വാനം നമ്മുടെ സമൂഹം നടത്തിയിട്ടുണ്ട്. അവർക്ക് പഠിത്തം കൊടുക്കാനും അവർക്ക് നല്ല ഫുഡ് കൊടുക്കാനുള്ള ഒരു പൊതു അധ്വാനം നമ്മുടെ സമൂഹം നടത്തിയിട്ടുണ്ട്. റോ മെറ്റീരിയൽസ് വേണം, റോ മെറ്റീരിയൽസിന് അധ്വാനമാണ്. ടൂൾസ് ആൻഡ് ടെക്നോളജി അതിന് അധ്വാനമാണ്. സോ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഇറ്റ്സ് ബേസിക്കലി ലേബർ. സോ അതിന്റെ അർത്ഥം എന്താണ്? ഈ ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്നത് സോഷ്യലി നെസസറി ലേബർ ടൈമിന്റെ അറൗണ്ടിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്ന സംഭവമാണ്, അതിനപ്പുറം ഒന്നുമല്ല. ഓക്കെ, ബൂം. ഇതാണ് റെവലേഷൻ പോയിന്റ്. ലേബർ തിയറി ഓഫ് വാല്യൂവിന്റെ ഒരു റെവലേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇല്ല എന്നതല്ല, ഡിമാൻഡ് ആൻഡ് സപ്ലൈ എന്ന് പറയുന്നത് ഈ സോഷ്യലി നെസസറി ലേബർ ടൈം, മനുഷ്യന്റെ പൊതു അധ്വാനത്തിന് ചുറ്റും നടക്കുന്ന ഒരു ഓസിലേഷൻസ് മാത്രമാണ്. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഇങ്ങനെ ഡിമാൻഡ് കൂടുന്നു, സപ്ലൈ കുറയുന്നു, സപ്ലൈ കൂടുന്നു, ഡിമാൻഡ് കുറയുന്നു, ഇത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. പക്ഷേ ഇത് ഈ ഒരു ത്രാസ് പോലെ ഇങ്ങനെ നടക്കും. പക്ഷെ അതിന്റെ പിവറ്റ് എന്ന് പറയുന്നത് സോഷ്യലി നെസസറി ലേബർ ടൈമാണ്, സമൂഹത്തിന്റെ പൊതു അധ്വാനമാണ്. ഇപ്പൊ ഈ ഐഫോൺ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇതിന്റെ ബോഡി ഒരു റോ മെറ്റീരിയൽ ആയിട്ട് മേടിക്കുന്നത് ആയിരിക്കും. നിങ്ങൾ ചിലപ്പോൾ ആ ബോഡിയുടെ റോ മെറ്റീരിയൽ ആയിരിക്കും മേടിച്ചത്. ആ റോ മെറ്റീരിയൽ ആ ബോഡി എന്താണ്? അത് ഇറ്റ്സെൽഫ് ഇസ് അനദർ കമ്മോഡിറ്റി. ആ കമ്മോഡിറ്റി എങ്ങനെ ഉണ്ടായത്? അതിലും ഈ അധ്വാനമായിട്ടുള്ളത്, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു ടൂൾ വെച്ചിട്ടായിരിക്കും ഉണ്ടായത്. ആ ടൂൾ എങ്ങനെ ഉണ്ടായത്? അത് വേറെ ടൂൾ വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയത്. ആ ടൂൾ എങ്ങനെ ആയിരിക്കും ഉണ്ടായത്? നിങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇത് മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. എല്ലാ ടൂളുകളും മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്. അതാണ് മാർക്സ് പറയുന്നത്. അധ്വാനമാണ് ടൂൾസ് ഉണ്ടാക്കുന്നത്, കമ്മോഡിറ്റി ഉണ്ടാക്കിയത് അധ്വാനമാണ്. അതിന് ചുറ്റുമേ അതാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നിർണ്ണയിക്കുന്നത്. ആ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷന് അനുസൃതമായിട്ട് ഡിമാൻഡ് ആൻഡ് സപ്ലൈ പോവുകയുള്ളൂ. ഓക്കെ, സോ ബേസിക്കലി വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഈസ് ഈക്വൽ ടു പ്രൈസ് അറ്റ് ഇക്വിലിബ്രിയം. മൂല്യവും വിലയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ക്യാൻസൽ ഔട്ട് ചെയ്യുകയാണെങ്കിൽ, ഡിമാൻഡ് ആൻഡ് സപ്ലൈ തുല്യമായിട്ട് നിൽക്കുന്നത്, ബലാബലമായിട്ട് നിൽക്കുമ്പോൾ ആ വസ്തുവിന്റെ വില എന്ന് പറയുന്നതാണ് മൂല്യം. പക്ഷെ മാർക്കറ്റിൽ എപ്പോഴും ഒരിക്കലും വിലയും മൂല്യവും തുല്യമായിട്ട് വരില്ല. അതിങ്ങനെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. പക്ഷെ ഇക്വിലിബ്രിയത്തിൽ ഈ വാല്യൂവും പ്രൈസും എന്ന് പറയുന്നത് തുല്യമായിരിക്കും. സോ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ടെമ്പററി ആയിട്ട് പ്രൈസിനെ ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അതിന്റെ ഇക്വിലിബ്രിയത്തിലുള്ള പോയിന്റ് ആണ് വാല്യൂ എന്ന് പറയുന്നത്. അതാണ് മാർക്സിന്റെ കോട്ട് ഉണ്ട്. സപ്പോസ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ടു ഇക്വിലിബ്രേറ്റ് or as the economists call it to cover each other. Why the very moment these opposite forces became equal, they paralyze each other and cease to work in one or the other direction. At the moment when supply and demand equilibrate each other and therefore cease to act, market prices of a commodity coincides with its real value. Supply and demand equilibrate ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് പ്രൈസസ് ഓഫ് കമ്മോഡിറ്റി കോയിൻസൈഡ്സ് വിത്ത് ഇറ്റ്സ് റിയൽ വാല്യൂ. അതിന് റിയൽ വാല്യൂവിൽ ആയിട്ട് കോയിൻസൈഡ്. താനോസ് പറഞ്ഞ പോലെ പെർഫെക്റ്റ്ലി ബാലൻസ്ഡ് ആസ് ഓൾ തിങ്സ് ഷുഡ് ബി. അപ്പോൾ അതാണ് വാല്യൂ, മൂല്യം, വില ആൻഡ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് തമ്മിലുള്ള ബന്ധം. സപ്ലൈ ആൻഡ് ഡിമാൻഡ് എങ്ങനെ ലേബർ ടൈമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ആക്ച്വലി മാർക്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനെയാണ് വിമർശകർ മാർക്സ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് അറിയില്ല എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ വാട്ട് ഡിമാൻഡ് ആൻഡ് സപ്ലൈ കനോട്ട് എക്സ്പ്ലെയിൻ. എന്തുകൊണ്ട് ഒരു കമ്മോഡിറ്റിക്ക് ഇക്വിലിബ്രിയത്തിൽ ഒരു പ്രൈസ് ഉണ്ട്? വൈ ഇസ് ഐഫോൺ പ്രൈസ്ഡ് അറ്റ് $100 rather than $120 at ഇക്വിലിബ്രിയം? ഇപ്പൊ ഇക്വിലിബ്രിയം ആകുമ്പോഴും ഐഫോൺ ഒരു പ്രൈസ് ഉണ്ട്. എന്തുകൊണ്ട് ആ പ്രൈസ് വരുന്നു? സപ്ലൈ ആൻഡ് ഡിമാൻഡ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. ഇതിനെ മനസ്സിലാക്കാൻ ഒരു നല്ലൊരു അനലോജി എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് പോലാണ്. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് പോലെ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരിക്കലും മാർക്സ് പറയുന്നത് ഈ മാർക്കറ്റിൽ വാല്യൂവിലാണ് ഈ ആക്ച്വൽ ട്രാൻസാക്ഷൻ നടക്കുന്നത് എന്നല്ല. എങ്ങനെ? ഇപ്പൊ നമ്മൾ ഭൂമിയിൽ നോക്കുമ്പോൾ എനിക്ക് ചാടാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ എയർപ്ലെയിൻ പറക്കുന്നുണ്ട്, പക്ഷികൾ പറക്കുന്നുണ്ട്, നമുക്ക് സാറ്റലൈറ്റ്സ് വിടാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇവിടുന്ന് നോക്കുമ്പോൾ കുറെ സാറ്റലൈറ്റ്സ് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെയുള്ള ലോക്കൽ മൂവ്മെന്റ്സ് എല്ലാം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ബട്ട് ഈ ഒബ്ജക്ട്സിനെ എല്ലാം ഇങ്ങനെ വലിച്ചു നിർത്തി അല്ലെങ്കിൽ ഇങ്ങനെ അട്രാക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കേന്ദ്ര ബിന്ദുവാണ്. അതെന്താണ്? അത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയാണ്. ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയുടെ കൺട്രോളിലാണ് ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത്. ചില ലോക്കൽ ഫോഴ്സ് വഴി നമുക്ക് ആ ഫോഴ്സിനെ ഒപ്പോസിംഗ് ആയിട്ട് അല്ലെങ്കിൽ ആ ഫോഴ്സിനെ മറികടന്ന് നമുക്ക് പോകാൻ പറ്റുമായിരിക്കും. അതില്ലാന്ന് പറയുന്നില്ല. പക്ഷെ ഭൂമിയെ നമ്മൾ മൊത്തമായിട്ട് എടുക്കുമ്പോൾ ഭൂമിയെ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഭൂമിയുടെ മൂവ്മെന്റ്സിനെല്ലാം ഈ ഗ്രാവിറ്റേഷൻ ഫീൽഡിനകത്താണ്. ഇത് തന്നെയാണ് വാല്യൂവും പ്രൈസും തമ്മിലുള്ള ബന്ധം. പ്രൈസ് ലോക്കലി ഇങ്ങനെ കൂടുകയും കുറയുകയും, ഇപ്പൊ ഹോർമോസിന്റെ കേസ് വന്നപ്പോൾ കൂടുകയും കുറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഈവന്റ് വരുമ്പോൾ കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി ഇത് ഗ്രാവിറ്റേറ്റ് ചെയ്യുന്നത്, ഇതിന്റെ സെൻട്രൽ പോയിന്റ് എന്ന് പറയുന്നത് ഈ സോഷ്യലി നെസസറി ലേബർ ടൈം ആണ്, അല്ലെങ്കിൽ വാല്യൂ ആണ്, അല്ലെങ്കിൽ മൂല്യമാണ്. Prices of production act as a gravitational centers for prices to oscillate around, despite the fact that the other local forces can at any time be greater, as is the case with scarcity or monopoly. ഇപ്പോൾ ചില പ്രൊഡക്ട്സിന് സ്കേഴ്സിറ്റി ഉണ്ട്, ചില പ്രൊഡക്റ്റിൽ മൊണോപ്പൊളി ഉണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുമ്പോൾ ഇങ്ങനത്തെ ലോക്കൽ ആയിട്ടുള്ള പ്രതിഭാസങ്ങൾ കാരണം ഈ വാല്യൂവിൽ നിന്ന് വ്യതിചലിച്ച് ഈ പ്രൈസിൽ നിൽക്കാൻ പറ്റും. പക്ഷെ ഇങ്ങനെ ഉണ്ടെങ്കിലും ഈ ലോക്കൽ ഫോഴ്സുകൾ അവിടെ നടക്കുന്നുണ്ടെങ്കിലും
മൂല്യം എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം സെൻട്രൽ ഇതാണ്. അപ്പം ഒരിക്കലും ലേബർ തിയറി ഓഫ് വാല്യൂ പറയുന്നത് ഈ ലേബർ തിയറി അല്ലെങ്കിൽ ലേബർ ടൈമിൻ എത്രയാണോ അത്രയും ആ ഈക്വൽ മൂല്യത്തിനാണ് മാർക്കറ്റിൽ സംഭവങ്ങൾ ട്രാൻസാക്ട് ചെയ്യപ്പെടുന്നത് എന്നതല്ല, മറിച്ച് ഇതൊരു സെന്റർ ഓഫ് ഗ്രാവിറ്റി അല്ലെങ്കിൽ ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പോലെ ഈ വിലയെ എപ്പോഴും താഴോട്ടും മുകളിലോട്ടും ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും എന്നതാണ്. ഓക്കെ, so again labor theory of value is not against demand and supply. Individual producers cannot simply produce what they want, they have to produce what can be sold at a favorable price on the market. So what determines these prices? On labor theory, prices can be and are influenced by many factors: scarcity, monopoly, reproducibility of the goods supply. ഇങ്ങനെയുള്ള പല ഫാക്ടേഴ്സ് പ്രൈസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പം ചില സംഭവങ്ങൾ ഭയങ്കര സ്കേഴ്സ് ആണ് അല്ലെങ്കിൽ മൊണോപ്പൊളി ആണ്, ഒരു ഒറ്റ കമ്പനി ഉണ്ടാക്കുന്നുള്ളൂ, ഒറ്റ കമ്പനി മാത്രമാണ് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്, അവർക്ക് പറയാം ഞാൻ ഈ വിലയ്ക്ക് വിൽക്കുന്നുള്ളൂ എന്നൊക്കെ പറയാം. അങ്ങനെയുള്ള സംഭവങ്ങളാണ്. റീപ്രൊഡ്യൂസിബിലിറ്റി, അതായത് അത് വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. ഇപ്പൊ അതിന് ഇപ്പൊ വൈൻ എന്ന് പറഞ്ഞാൽ 50 കൊല്ലം പഴയ വൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 50 കൊല്ലം വൈന് കിട്ടണമെങ്കിൽ 50 കൊല്ലം എടുക്കും, 50 കൊല്ലം കഴിഞ്ഞിടത്ത് കിട്ടത്തുള്ളൂ. അപ്പൊ അതിന്റെ റീപ്രൊഡ്യൂസിബിലിറ്റി പാടാണ്. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങൾ ഇതിന്റെ വിലകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കെങ്കിലും പക്ഷെ ഇതിന്റെ റിയൽ മൂല്യം എന്ന് പറയുന്നത് ഇതാണ്. ഈ റിയൽ മൂല്യത്തിന് ചുറ്റുമായിരിക്കും ഇതിന്റെ സംഭവങ്ങൾ നടക്കുക. ഈ ലോക്കൽ ഫാക്ടേഴ്സ് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിയൽ മൂല്യം ഇതായിരിക്കും. നോട്ട് വാട്ട് ഈസ് ബീങ് കൺസിഡേർഡ് ഹിയർ ആൻഡ് ഫ്രീലി. The theory does not deny that these forces move prices. ഈ ഫോഴ്സസ് പ്രൈസിനെ മൂവ് ചെയ്യില്ല എന്നല്ല ലേബർ തിയറി ഓഫ് വാല്യൂ പറയുന്നത്. ഇതാണ് അതിന്റെ ഗ്രാവിറ്റേഷണൽ പോയിന്റ്. നമുക്ക് അപ്പോൾ ലേബർ തിയറി ഓഫ് വാല്യൂ എന്താണെന്ന് മനസ്സിലായി, മൂല്യം എന്താണെന്ന് മനസ്സിലായി, പ്രൈസ് എന്താണെന്ന്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് നോക്കാനുള്ളത് ലേബർ പവർ വേഴ്സസ് ലേബർ. അപ്പൊ ഇനി നമുക്ക് അപ്പോൾ ലേബർ തിയറി ഓഫ് വാല്യൂ എന്താണെന്ന് മനസ്സിലായി, മൂല്യം എന്താണെന്ന് മനസ്സിലായി, പ്രൈസ് എന്താണെന്ന്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് നോക്കാനുള്ളത് ലേബർ പവർ വേഴ്സസ് ലേബർ. എന്താണ് ഇതൊരു വലിയ ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ് ലേബർ തിയറി ഓഫ് വാല്യൂ. ഇതും കൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഇത് എന്താണ് എക്സ്പ്ലോയിറ്റേഷൻ, ക്യാപിറ്റലിസം എങ്ങനെയാണ് ഒരു ചൂഷണ വ്യവസ്ഥയാവുന്നത് മനസ്സിലാവത്തില്ല. ഇപ്പം നമ്മുടെ ഈ പഞ്ചാബി ഹൗസ് സിനിമയിൽ ഈ സിനിമ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം, അതായത് ഇതിന്റെ ന്യൂവാൻസുകളിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എടുക്കുന്നത് മാത്രമല്ല. ചില ആളുകൾ ഇങ്ങനെ ഓരോ സംഭവം എടുത്താൽ സിനിമയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് വിമർശിക്കാൻ വരും. അല്ല, ഒരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി. അതായത് ഈ രമണനെയും ഈ ദിലീപിനെയും അവിടെ ഇട്ടിച്ച് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കപ്പാസിറ്റി ടു വർക്കാണ്, അവരുടെ അബിലിറ്റി ടു വർക്ക്. അത് അവിടെ പണയം വെച്ചിട്ടാണ് ഈ മുതലാളി പോകുന്നത്. അവരവിടെ അധ്വാനിച്ചിട്ടില്ല, പക്ഷെ അവർക്ക് അങ്ങനെ നിങ്ങളെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ ഇവൻ ഇവിടുത്തെ പണിയൊക്കെ ചെയ്തോളും എന്ന് പറഞ്ഞാൽ ലേബർ പവർ, അവർക്ക് ഇങ്ങനെ വർക്ക് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നത് പണയം വെച്ചിട്ടാണ് പഞ്ചാബി ഹൗസിൽ ഈ കൊച്ചിൻ ഹനീഫ് അവിടെ നിന്ന് രക്ഷപ്പെടുന്ന പോലെ. അതേമാതിരി വർക്കേഴ്സിനുള്ളത് എന്താണ്, നമ്മളെ പോലുള്ള തൊഴിലാളികൾക്കുള്ളതെന്ന് പറഞ്ഞാൽ ലേബർ പവർ ആണ് എന്നാണ് മാർക്സ് പറയുന്നത്. നമുക്കുള്ളത് അബിലിറ്റി ടു വർക്കാണ്, അബിലിറ്റി ഓർ കപ്പാസിറ്റി ടു വർക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ക്യാപിറ്റലിസ്റ്റുകൾ മറ്റ് കമ്മോഡിറ്റി വാങ്ങിക്കുന്ന പോലെ തന്നെയാണ് ഈ നമ്മൾ തൊഴിലാളികളുടെ ഈ ലേബർ പവർ വാങ്ങിക്കുന്നത് എന്നാണ്. ലേബർ പവർ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ടു വർക്ക്. അപ്പം മറ്റ് കമ്മോഡിറ്റി പോലെ തന്നെ ഈ ഐഫോണും ഈ ചരക്കുകൾ നമ്മൾ വാങ്ങി വിൽക്കുന്ന പോലെ തന്നെ ഒരു ക്യാപിറ്റലിസ്റ്റ് വ്യവസ്ഥയിൽ മനുഷ്യന്റെ ലേബർ പവർ അല്ലെങ്കിൽ അധ്വാന ശക്തിയും ഒരു ചരക്കാണ്. അപ്പൊ ഏതൊരു കമ്മോഡിറ്റിക്കും യൂസ് വാല്യൂ ഉള്ള മാതിരി തന്നെ ലേബർ പവർ, അധ്വാന ശക്തിക്ക് ഒരു യൂസ് വാല്യൂ ഉണ്ട്. എന്താണ് ആ യൂസ് വാല്യൂ? നമ്മൾ അധ്വാനിക്കുമ്പോഴാണ് പ്രൊഡക്ട്സിന് യൂസ് വാല്യൂ ഉണ്ടാവുന്നത്, അല്ലേ? ഇപ്പം ഞാനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ എൻ്റെ ലേബർ പവർ എന്ന് പറഞ്ഞാൽ എനിക്ക് സോഫ്റ്റ്വെയർ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അധ്വാനിച്ച് എനിക്ക് സോഫ്റ്റ്വെയർ ഉണ്ടാക്കും. അപ്പം എൻ്റെ യൂസ് വാല്യൂ എന്താണ്? ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എൻ്റെ ലേബർ പവർ ഒരു കമ്മോഡിറ്റിയാണ്. അത് ഞാൻ മാർക്കറ്റിൽ സെല് ചെയ്യുമ്പോഴാണ് എനിക്ക് ജോലി കിട്ടുന്നത്. അപ്പോൾ എൻ്റെ യൂസ് വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മറ്റ് യൂസ് വാല്യൂ ഉള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ദിസ് പ്രോപ്പർട്ടീസ് ഇൻഡിപെൻഡന്റ് ഓഫ് സൊസൈറ്റി ഇൻ വിച്ച് പ്രൊഡക്ഷൻ ഈസ്. ഇത് ഒരു സമൂഹത്തിന്റെ ഒരു സംഭവമല്ല. എനിക്ക് ആ കപ്പാസിറ്റി ഉണ്ട്, എനിക്ക് ആ കാപ്പബിലിറ്റി ഉണ്ട്. പ്രൊഡക്ഷൻ ഉണ്ടാക്കി പുതിയൊരു സംഭവം ഉണ്ടാക്കാനുള്ള ഒരു സംഭവം, ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു പവർ ഉണ്ട്. നോ അതർ കമ്മോഡിറ്റി ആസ് എ യൂസ് വാല്യൂ ഹൂസ് എക്സസൈസ് ക്രിയേറ്റ്സ് വാല്യൂ. ഇതൊരു പ്രത്യേകതരം കമ്മോഡിറ്റിയാണ് നമ്മുടെ ലേബർ പവർ എന്ന് പറഞ്ഞാൽ. ലോകത്ത് വേറൊരു കമ്മോഡിറ്റിക്കും ഇല്ലാത്ത പവറാണ് നമ്മുടെ ഉള്ളത്. നമുക്ക് മാത്രമേ പുതിയ യൂസ് വാല്യൂ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഞാനൊരു മരം നട്ടു, മരം അവിടെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അത് യൂസ് വാല്യൂ ഉണ്ടാകത്തില്ല. അതിലാരെങ്കിലും അധ്വാനിക്കുമ്പോഴാണ്, എന്തെങ്കിലും തരത്തിലുള്ള അധ്വാനം മനുഷ്യൻ ചെയ്യുമ്പോഴാണ്. ഞാൻ ഒരു കമ്പ്യൂട്ടർ അങ്ങ് വെച്ചു, ഒരു കമ്പ്യൂട്ടർ എന്നൊരു ടൂൾ അവിടെ ഇരിക്കുകയാണ്. വെറുതെ കമ്പ്യൂട്ടർ ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ യൂസ് വാല്യൂ ഉണ്ടാകില്ല. അവിടെ ഒരു മനുഷ്യൻ അതിന്റെ പുറത്ത് അധ്വാനിക്കുമ്പോഴാണ്. അപ്പോൾ മനുഷ്യന്റെ അധ്വാനമാണ് പുതിയ തരം വാല്യൂ ഉണ്ടാക്കുന്നത്. വേറെ ഒരു കമ്മോഡിറ്റിക്കും പുതിയ യൂസ് വാല്യൂ ഉണ്ടാക്കാൻ പറ്റില്ല. ആ കമ്മോഡിറ്റിക്ക് യൂസ്, ഇപ്പൊ ഐഫോണിന് ഒരു യൂസ് വാല്യൂ ഉണ്ട്, അല്ലെ? ഐഫോണിന് ഒരു യൂസ് വാല്യൂ ഉണ്ട്, പക്ഷെ ഐഫോണിന് പുതിയ യൂസ് വാല്യൂ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതേമാതിരി തന്നെ അധ്വാന ശക്തിക്ക് ഒരു യൂസ് വാല്യൂ ഉണ്ട്. എന്താണ് ആ യൂസ് വാല്യൂ? പുതിയ യൂസ് വാല്യൂകൾ സൃഷ്ടിക്കാൻ പറ്റുന്നതാണ്. ഇതാണ് വർക്കേഴ്സിന്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക കേപ്പബിലിറ്റി, പവറാണ് ലേബർ പവർ. ഈ ലേബർ പവറിനെയാണ് ഒരു ചരക്കായിട്ട് ക്യാപിറ്റലിസ്റ്റുകൾ വാങ്ങിക്കുന്നത് എന്നതാണ് ഇവിടുത്തെ പോയിന്റ്. നോ അതർ കമ്മോഡിറ്റി ആസ് എ യൂസ് വാല്യൂ ഹൂസ് എക്സസൈസ് ക്രിയേറ്റ്സ് യൂസ്. ലേബർ പവർ എക്സസൈസ് ചെയ്യുക എന്നതാണ് അധ്വാനം. നമ്മുടെ അധ്വാനിക്കാനുള്ള കപ്പാസിറ്റി നമ്മൾ എക്സസൈസ് ചെയ്യുന്നതാണ് നമ്മൾ അധ്വാനിക്കുന്നത്. ഇപ്പൊ കണ്ടീഷൻ ഓഫ് വർക്കർ എന്താണ്? ഈ രമണനെ പോലെ എന്താണ്? ദർ ഇസ് ലിറ്റിൽ ഓർ നോ കൺട്രോൾ ഓവർ ദി ലേബർ പ്രോസസ് ഓർ ദി പ്രോഡക്റ്റ്. അയാൾക്ക് ആ അധ്വാനത്തിന്റെ ആ പ്രോസസ്സിൽ അയാൾക്ക് യാതൊരു കൺട്രോളും ഇല്ല. നമ്മുടെ മുതലാളി ഒന്ന് പറയും എന്താണ് ചെയ്യേണ്ടത്. ഷൂ പോളിഷ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷൂ പോളിഷ് ചെയ്യണം. എന്താ പറയുന്നത്, തുണി കഴുകണമെന്ന് പറഞ്ഞാൽ തുണി കഴുകണം. പക്ഷേ ഈ ഷൂവും തുണിയും നമ്മുടെ അല്ല. അതെങ്ങനെ വിൽക്കണം, അത് ആർക്ക് വിൽക്കണം, എത്ര രീതിയിൽ ഉണ്ടാക്കണം, എത്ര നിലയിൽ ഉണ്ടാക്കണം, ഒന്നും നമുക്ക് നമ്മൾ
നമ്മൾ നമ്മുടെ ഈ അധ്വാന ശക്തി വിൽക്കാൻ റെഡിയല്ല എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും? ഒന്നെങ്കിൽ നമ്മൾ പട്ടിണി കിടക്കണം, അല്ലെങ്കിൽ സാമൂഹികപരമായിട്ട് നമ്മുടെ സോഷ്യൽ ഡിഗ്രഡേഷൻ ഉണ്ടാകും, അല്ലെങ്കിൽ സാമൂഹികപരമായിട്ട് നമ്മൾ വളരെ കഷ്ടപ്പാടിലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ജോലി രാജിവെച്ചെന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മുടെ അധ്വാന ശക്തി നമുക്ക് വിറ്റേ പറ്റത്തുള്ളൂ, വിൽക്കാതെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ക്യാപിറ്റലിസത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യു ഹാവ് ടു സെൽ യുവർ ലേബർ പവർ. ആ ലേബർ പവർ കമ്മോഡിറ്റി, അതൊരു ചരക്കായതുകൊണ്ട് തന്നെ അത് മാർക്കറ്റിൽ പോയി വിൽക്കുക എന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതാണ് കണ്ടീഷൻ ഓഫ് എ വർക്ക്. കണ്ടീഷൻ ഓഫ് ക്യാപിറ്റലിസ്റ്റ് എന്താണ്? അയാളെല്ലാം കൺട്രോൾ ചെയ്യുന്നു. അയാൾ വർക്കേഴ്സിനെ കൺട്രോൾ ചെയ്യുന്നു, അധ്വാന ശക്തിയുള്ള ആളുകളെ ഹയർ ചെയ്തിട്ട് അയാൾ എന്തുതരം പണിയെടുക്കുന്നു എന്ന് ഹയർ ചെയ്യുന്നു, അയാൾക്ക് എത്ര കൂലി കൊടുക്കണമെന്ന് ഹയർ ചെയ്യുന്നു. അയാളാണ് ഈ റോ മെറ്റീരിയൽസും ടൂൾസും ഈ ചരക്കുകൾ പുതിയ ചരക്കുകൾ ഉത്പാദിക്കുന്ന എല്ലാം കൺട്രോൾ ചെയ്യുന്ന ക്യാപിറ്റലിസ്റ്റുകളാണ്, വർക്കേഴ്സ് അല്ല. വർക്കേഴ്സ് ഇതിന് യാതൊരു വർക്കേഴ്സ് അവരുടെ ലേബർ പവർ സെല്ല് ചെയ്യാനുള്ള ഒരു കാരണം തന്നെ എന്താണ്? അവർക്ക് മറ്റു ടൂൾസോ റോ മെറ്റീരിയൽസോ ആക്സസ് ഇല്ല എന്നാണ്. അല്ലെ, ഇപ്പൊ ഞാൻ പണിയെടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ഈ പണിയെടുത്തില്ലെങ്കിൽ എനിക്ക് ഞാനിപ്പോൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ജീവിതം ജീവിക്കാൻ എനിക്ക് പറ്റില്ല. പണിയെടുക്കാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഞാൻ ജോലി ചെയ്യുന്ന കമ്പനി ഓൺ ചെയ്യുന്ന ടൂൾസും റോ മെറ്റീരിയൽസും അതിന്റെ ഓണർഷിപ്പ് എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും എന്റെ ലേബർ പവർ മറ്റൊരു ക്യാപിറ്റലിസ്റ്റിന് വിൽക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. അല്ലെ, ഇപ്പൊ രമണന് സ്വന്തമായ വീടും രമണന് സ്വന്തമായ ഒരു കുടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ രമണൻ ഒരിക്കലും വേറൊരാളുടെ വീട്ടിൽ പോയിട്ട് അവരുടെ ഒരു അടിമപ്പണി ചെയ്യേണ്ട ആവശ്യം വരത്തില്ലായിരുന്നു. അതേമാതിരി തന്നെ നമ്മളെല്ലാവരും ഓരോ വൺ സെൻസ് ഓർ ദി അതർ സെൻസ് രമണന്മാർ തന്നെയാണ്. വി ഹാവ് ടു സെൽ അവർ ലേബർ പവർ, ആൻഡ് ക്യാപിറ്റലിസ്റ്റ് ദേ കൺട്രോൾ അവർ ലേബർ പവർ. ദേ കൺട്രോൾ അവർ ലേബർ. നമ്മുടെ ലേബർ പവർ അല്ല കൺട്രോൾ ചെയ്യുന്നത്, നമ്മുടെ ലേബർ അവർ കൺട്രോൾ ചെയ്യുകയാണ്. എത്ര സമയം നിങ്ങൾ വർക്ക് ചെയ്യണം, എന്ത് നിങ്ങൾ ഉണ്ടാക്കണം, ടൂൾസ്, റോ മെറ്റീരിയൽസ്, ബേസിക്കലി മീൻസ് ഓഫ് പ്രൊഡക്ഷന് വേണ്ട എല്ലാ സാധനങ്ങളും ഓൺ ചെയ്യുന്നത് ക്യാപിറ്റലിസ്റ്റുകളാണ്. അതെ, അടിമത്തം ഇതും തമ്മിലുള്ള വ്യത്യാസം വെച്ചാൽ, അടിമത്തത്തില് നമുക്ക് ഈ ലേബർ പവർ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് വിൽക്കാൻ പറ്റത്തില്ല, മാർക്കറ്റിൽ വിൽക്കാൻ പറ്റത്തില്ല. അത് നമ്മുടെ ഒരു ഉടമയുടെ കയ്യിലാണ് നമ്മുടെ ലേബർ പവർ ഇരിക്കുന്നത്. പക്ഷേ ക്യാപിറ്റലിസം ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ചരക്ക്, നമ്മുടെ ഈ ഒരു ലേബർ പവർ മാർക്കറ്റിൽ കൊണ്ട് വിൽക്കാൻ പറ്റും. പക്ഷേ അതുകൊണ്ട് തന്നെ ഒരു ട്രഡീഷണൽ അടിമയെക്കാട്ടിലും കുറച്ച് ഫ്രീഡം നമുക്കുണ്ട്. കാരണം നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ക്യാപിറ്റലിസ്റ്റിന്റെ അടുത്ത് പോയി വിൽക്കാൻ പറ്റുമെന്നൊരു ഫ്രീഡം ഉണ്ടെങ്കിലും, ബട്ട് സ്റ്റിൽ നമ്മളപ്പോഴും ഒരു അടിമ തന്നെയാണ്. കാരണം നമ്മൾ ഒരു ന്യൂ വേ ഓഫ് അടിമത്തത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് അപ്പോഴും ഈ നമ്മുടെ ലേബർ പവർ സെല് ചെയ്യാതെ ജീവിക്കാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ലേബർ പവർ സെല് ചെയ്യേണ്ട അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് വി ഡോണ്ട് ഓൺ എനിത്തിങ്. നമുക്ക് ആ ഓണർഷിപ്പ് ഇല്ല, മീൻസ് ഓഫ് പ്രൊഡക്ഷന്റെ ഓണർഷിപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് അത് ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ് പ്രോഫിറ്റ്, സോഴ്സ് ഓഫ് പ്രോഫിറ്റ്. അപ്പൊ നമ്മൾ ലേബർ പവർ പഠിച്ചു, അധ്വാനം എന്താണ് പഠിച്ചു, അധ്വാന ശക്തി പഠിച്ചു, ലേബർ തിയറി വാല്യൂ പഠിച്ചു. ഇനി ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭം എങ്ങനെ ഉണ്ടാകുന്നു എന്നതാണ്. ലാഭമാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സംഭവം. ക്യാപിറ്റലിസത്തിന്റെ സംഭവം എന്ന് വെച്ചാൽ ലാഭമാണ്. വേർ ഡസ് പ്രോഫിറ്റ് കം ഫ്രം ഇൻ ക്യാപിറ്റലിസം? കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഡസൻ ക്രിയേറ്റ് വാല്യൂ. ഇത് ഏറ്റവും വലിയ സംഭവമാണ്. നമ്മൾ വെറുതെ കമ്മോഡിറ്റികൾ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു നമുക്ക് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ ഐഫോൺ വാങ്ങിച്ചു, ഐഫോൺ ആ വാല്യൂവിൽ തന്നെ വാങ്ങിച്ചു, എന്നിട്ട് ഞാൻ ഈ ഐഫോൺ ഈ വാല്യൂവിന് തന്നെ വിൽക്കുന്നു. എന്നിട്ട് ഞാൻ ആ വാല്യൂവിന് തുല്യമായിട്ടുള്ള കുറെ 100 ചെയർ വാങ്ങിച്ചു എന്ന് വിചാരിച്ചു. പ്രോഫിറ്റ് എവിടെ ഉണ്ടാവുന്നത്? പ്രോഫിറ്റ് ഉണ്ടാവുന്നില്ല. ജസ്റ്റ് ഈ വാല്യൂ ട്രാൻസ്ഫോർമേഷൻ, ഒരു വാല്യൂ ഇങ്ങനെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തോണ്ടിരിക്കുക. നമ്മുടെ ഈ ക്രോണിക് ബാച്ചിലറിൽ ഈ എന്താ പറയുക, ഹരിശ്രീ അശോകൻ പുട്ടുണ്ടാക്കുന്ന മാതിരിയാണ്. നമ്മളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഒന്നും തടയുന്നില്ല. അപ്പോൾ കമ്മോഡിറ്റി എക്സ്ചേഞ്ചസ് ഡോണ്ട് ക്രിയേറ്റ് വാല്യൂ. കമ്മോഡിറ്റികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ ക്രിയേറ്റ് ചെയ്യാനില്ല. നമുക്ക് വേണമെങ്കിൽ ഒരാളെ ട്രിക്ക് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ നമ്മൾ ഒരു കൂട്ടുകാരനെ വിളിച്ചാൽ ഇതിന് വാല്യൂ ഭയങ്കര വാല്യൂ ആണ് കേട്ടോ, ഇത് വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവനെ ട്രിക്ക് ചെയ്ത് വെച്ചെന്ന് വിചാരിച്ചോ. പക്ഷെ അവനും ട്രിക്ക് ചെയ്യാം, അവനപ്പോൾ അത് അടുത്ത ആളെ ട്രിക്ക് ചെയ്യാം. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓവറോൾ ഇങ്ങനെ എല്ലാവരും ട്രിക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഇങ്ങനെ ഇൻഫ്ലേറ്റഡ് ആയിട്ട് വാല്യൂ ഇങ്ങനെ നടക്കുന്നു എന്നല്ലാതെ ക്യാൻസൽ ഔട്ട് ആവും. അപ്പൊ ഞാൻ ഭയങ്കര കൂടിയ വാല്യൂക്ക് ഒരു ആളെ പറ്റിച്ച് വിറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വേറെ സാധനം വാങ്ങിക്കുമ്പോൾ അവൻ എന്നെ കൂടുതൽ വാല്യൂക്ക് പറ്റിക്കുന്നു. അപ്പോൾ സമൂഹത്തെ ആസ് എ ഹോൾ എടുക്കുമ്പോൾ പ്രോഫിറ്റ് എവിടെ ഉണ്ടാവുന്നില്ല. സോ വെറുതെ ഇങ്ങനെ കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ആയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ there is nothing. When you sell above value you gain, but when you turn around and buy you face the same inflated price from everyone else doing the same thing. നിങ്ങൾ ഒരാളെ പറ്റിച്ച് വാല്യൂ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരും നിങ്ങളെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. So the gains and losses cancel across the whole system. What one pocket gains another loses. അപ്പം ഒരുത്തന് ഗെയിൻ ഉണ്ടായി കഴിഞ്ഞാൽ മറ്റൊരു ലൂസ്. അപ്പോൾ ഓൾ സിസ്റ്റം എടുക്കുമ്പോൾ ഒരു സീറോ വാല്യൂ സംഭവം. പക്ഷെ അങ്ങനെയല്ല നമുക്ക് കാണാൻ പറ്റുന്നത്. ക്യാപിറ്റലിസത്തിൽ മൂല്യം ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, പ്രൊഡക്ഷൻ കൂടുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, കമ്മോഡിറ്റീസ് ഉണ്ടാവുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ പ്രോഫിറ്റ് ഈ വഴിയല്ല ഉണ്ടാകുന്നത്. വെറുതെ കമ്മോഡിറ്റി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്നതുകൊണ്ടല്ല വരുന്നത്. സോ ബേസിക്കലി വെറുതെ എക്സ്ചേഞ്ച് അല്ല നടക്കുന്നത് ക്യാപിറ്റൽസിൽ. ക്യാപിറ്റൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്യാപിറ്റലിന് മുമ്പുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടുള്ള സമൂഹത്തിൽ ബാർട്ടർ സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ കമ്മോഡിറ്റി ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിസൻസ് ഉണ്ടാക്കുന്നത്, ഇപ്പം ഈ കുടം ഉണ്ടാക്കുന്ന ആൾക്ക് വേറൊരു പ്രൊഡക്റ്റ് ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഇവിടെ എന്താ നടക്കുന്നത് വെച്ചാൽ, ക്യാപിറ്റലിന്റെ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് വർക്കേഴ്സ് കപ്പാസിറ്റി ടു ലേബർ ആൻഡ് ഇറ്റ്സ് യൂസ് ഇൻ കമ്മോഡിറ്റി പ്രൊഡക്ഷൻ ഫോർ പ്രോഫിറ്റ്. ക്യാപിറ്റലിസ്റ്റ് എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വാല്യൂ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്യാപിറ്റലിസ്റ്റുകൾ ഈ ലേബർ പവറുള്ള അല്ലെങ്കിൽ അധ്വാന ശക്തിയുള്ള ആളുകളെ ഹയർ ചെയ്യുന്നു, എന്നിട്ട് അവരിൽ നിന്ന് മൂല്യം ഉണ്ടാക്കുന്നു, എന്നിട്ട് ആ മൂല്യമാണ് പ്രോഫിറ്റായി മാറുന്നത്. അങ്ങനെയാണ് ക്യാപിറ്റലിസ്റ്റ് മൂല്യം ഉണ്ടാകുന്നത്.
What characterizes capitalism is therefore not the exchange of products of independent producers, but the purchase and sale of workers' capacity to labor. തൊഴിലാളികളുടെ കപ്പാസിറ്റി നമ്മൾ വാങ്ങിക്കുന്നു ക്യാപിറ്റലിസ്റ്റുകൾ, എന്നിട്ട് അത് വെച്ചിട്ട് അവർ കമ്മോഡിറ്റി പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നു. അവിടെയാണ് വാല്യൂ ക്രിയേഷൻ. അങ്ങനെയാണ് ഈ മൂല്യം ഉണ്ടാവുന്നത് എന്നതാണ് പോയിന്റ്. ഇവിടെ ചെയിൻ ഓഫ് ക്യാപിറ്റൽ എന്ന് മാർക്സ് പറയുന്നുണ്ട്. ചെയിൻ ഓഫ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ നിങ്ങൾ MCM- ഈ ഒരു അബ്രിവേഷൻ പഠിച്ചാൽ മതി. നിങ്ങൾ M എന്ന് പറയുന്ന മണിയിൽ തുടങ്ങുന്നു, നിങ്ങൾ അതിൽ C ഈ റോ മെറ്റീരിയൽസ്, മെഷീനറി, ലേബർ പവർ, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം, ഈ കമ്മോഡിറ്റികളെല്ലാം നിങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നു. എന്നിട്ട് നിങ്ങൾ അത് വെച്ചൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ വിൽക്കുമ്പോൾ M- ആവുന്നു. ഇങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എമ്മിൽ നിന്ന് M- വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാൻ പറ്റുന്ന M- എന്ന് പറയുന്നത് എമ്മിലും കൂടുതലാണ്. എങ്ങനെ ഇത് കൂടി എന്നതാണ് ചോദ്യം. ഇതെങ്ങനെ കൂടി? ഈ ചോദ്യം ആയിരുന്നു ഈ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകൾക്ക് ഒരു ക്ലാരിറ്റി ഇല്ലാഞ്ഞത്. എങ്ങനെ ഈ പ്രോഫിറ്റ് വന്നു? അവിടെ എന്തോ രീതിയിൽ അവിടെ പ്രോഫിറ്റ് വരുന്നതെന്നായിരുന്നു ഇതിനു മുമ്പുള്ള ആളുകൾ കരുതിയത്. ഇതിന് ഉത്തരം തന്ന ആളാണ് മാർക്സ്. അതാണ് മാർക്സിന്റെ ഈ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ എന്നൊക്കെ നമ്മൾ, മിച്ചമൂല്യ സിദ്ധാന്തം എന്നൊക്കെ നമ്മൾ പറയുന്ന സംഭവം മാർക്സ് അവിടെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. മാർക്സ് പറഞ്ഞ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതില് ഈ മൂല്യം ഉണ്ടാക്കുന്ന സംഭവം ഒരു കമ്മോഡിറ്റിക്ക് മാത്രമേ പറ്റത്തുള്ളൂ. ഇപ്പം നമുക്കറിയാം, റോ മെറ്റീരിയൽസ്, മെഷീനറി, ലേബർ പവർ, ഇതൊക്കെ ക്യാപിറ്റലിസ്റ്റ് വാങ്ങിക്കുന്നുണ്ട് പൈസ കൊടുത്ത്. അപ്പൊ ഇതില് ഈ എക്സ്ട്രാ മൂല്യം ഉണ്ടാക്കുന്ന ആരാണ്? അത് ഒരു കമ്മോഡിറ്റി മാത്രമേ ഉള്ളൂ. സിൻസ് എക്സ്ചേഞ്ച് ഡസ് നോട്ട് ക്രിയേറ്റ് വാല്യൂ, ദ സോഴ്സ് ലൈസ് ഇൻ പ്രൊഡക്ഷൻ. വെറുതെ എക്സ്ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് വാല്യൂ ഉണ്ടാവത്തില്ല എന്ന് നമ്മൾ പറയുന്നത് കൊണ്ട് തന്നെ ഈ ഉൽപാദനത്തിലാണ് വാല്യൂ നിൽക്കുന്നത്. സോ അമംഗ് ദി കമ്മോഡിറ്റീസ് പർച്ചേസ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ് ദർ മസ്റ്റ് ബി വൺ ദാറ്റ് ക്രിയേറ്റ്സ് മോർ വാല്യൂ ദാൻ ഇറ്റ് കോസ്റ്റ്. നേരത്തെ പറഞ്ഞ മാതിരി തന്നെ ഏതോ ഒരു കമ്മോഡിറ്റി ആ വാങ്ങിച്ച വാല്യൂയിലും കൂടുതൽ വാല്യൂ സൃഷ്ടിച്ചാൽ മാത്രമേ പ്രൊഡക്റ്റ് ഉണ്ടാകുന്നു. എല്ലാം അതേ വാല്യൂലാണ് വാങ്ങിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഈ റോ മെറ്റീരിയൽസും, മെഷീനറി, ലേബർ പവർ എല്ലാം വാല്യൂല് വാങ്ങിച്ചു, എന്നിട്ട് അതേ വാല്യൂല് ഞാൻ വിറ്റ് കഴിഞ്ഞാൽ എനിക്കൊരു തേങ്ങയും കിട്ടത്തില്ല. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് എന്തോ ഒരു സംഭവം വാല്യൂ ഉണ്ടാക്കുന്നുണ്ട്. അതെന്താണ്? അത് ലേബർ പവർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് ആണ്, മനുഷ്യർക്ക് അധ്വാന ശക്തിയുള്ള മനുഷ്യരെ ഹയർ ചെയ്ത് അവരാണ് വാല്യൂ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബേസിക്കലി ലേബർ ടൈം വിച്ച് ക്രിയേറ്റ്സ് വാല്യൂ ഗോസ് ടു ക്യാപിറ്റലിസ്റ്റ്. നമ്മളെ ഹയർ ചെയ്യുന്നത് നമ്മുടെ ലേബർ പവറിന് വേണ്ടിയാണ്. രമണനെ അവിടെ ഹയർ ചെയ്തേക്കുന്നത് രമണന്റെ ആ കപ്പാസിറ്റിക്കാണ്, പണിയെടുക്കാനുള്ള അധ്വാനത്തിനാണ് അവനെ ഹയർ ചെയ്തിരിക്കുന്നത്. ആ പണിയെടുക്കാനുള്ള അധ്വാന ശേഷി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ മാത്രമേ അവന് കൊടുക്കുന്നുള്ളൂ. അവൻ ചെയ്യുന്ന പണിയുടെ മൂല്യവും ഗുണവും അവനല്ല കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇത് എക്സ്പ്ലോയിറ്റേഷൻ ആണ് എന്ന് മാർക്സ് പ്രൂവ് ചെയ്യുന്നത്. ബേസിക്കലി ഈ ഇവിടെ മാർക്സിന്റെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ സംഭവങ്ങളും അതിന്റെ മൂല്യത്തിൽ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മൂല്യം എവിടെയും സൃഷ്ടിക്കപ്പെടുന്നില്ല എന്ന പോയിന്റ്. എക്സ്ചേഞ്ച് വെറുതെ നമ്മൾ ഈ റോ മെറ്റീരിയൽസും, മെഷീനറി, ലേബർ പവറും എല്ലാ സംഭവങ്ങളും അതേ മൂല്യത്തിൽ തന്നെ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ മൂല്യം ഉണ്ടാവത്തില്ല. അപ്പൊ ഇതിനകത്ത് എന്തോ ഒരു സംഭവം എക്സ്ട്രാ മൂല്യം ഉണ്ടാക്കുന്നുണ്ട്. അത് ഈ മനുഷ്യന്റെ അധ്വാനമാണ്. അപ്പൊ ബേസിക്കലി മാർക്സ് ലോജിക്കലി പ്രൂവ് ചെയ്യുന്ന എന്താണ്? ക്യാപിറ്റലിസ്റ്റ് ഓൺലി പേസ് ഫോർ ലേബർ പവർ. നിനക്ക് കിട്ടുന്ന കൂലി എന്ന് പറഞ്ഞാൽ നിന്റെ അധ്വാന ശക്തിക്കുള്ള ഒരു സംഭവം മാത്രമേ കിട്ടുള്ളൂ. നിന്റെ ലേബർ പവറിനുള്ള വാല്യൂ കിട്ടുന്നുള്ളൂ. നീ ഉണ്ടാക്കുന്ന മൂല്യം നിനക്കല്ല കിട്ടുന്നത്. കാരണം അത് പോകുന്നത് ക്യാപിറ്റലിസ്റ്റിനാണ്. കാരണം നീ ഉണ്ടാക്കുന്ന മൂല്യം നിനക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ക്യാപിറ്റലിസ്റ്റിന് ലാഭം ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഇപ്പൊ രമണൻ പണിയെടുക്കുന്ന പ്രൊഡക്റ്റ്, രമണൻ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചാൽ, ആ പ്രൊഡക്റ്റ് എത്ര അധ്വാനം രമണൻ അതിന് എടുക്കുന്നുണ്ടോ ആ മൂല്യം രമണന് കൊടുത്തു കഴിഞ്ഞാൽ മുതലാളി ഒരിക്കലും ലാഭം ഉണ്ടാക്കത്തില്ല. അതുകൊണ്ട് മുതലാളി നിനക്ക് തരുന്ന വേജ് അല്ലെങ്കിൽ കൂലി എന്ന് പറയുന്നത് നീ ഉണ്ടാക്കുന്ന മൂല്യമല്ല നിനക്ക് തരുന്നത്, നിന്റെ അധ്വാന ശക്തിക്കുള്ള ഒരു മൂല്യം മാത്രമാണ്. നിന്റെ അധ്വാന ശക്തി വാങ്ങിക്കുകയാണ് ക്യാപിറ്റലിസ്റ്റ് ചെയ്തത്. ഇതായിരുന്നു മാർക്സ് ആഡ് ചെയ്ത പോയിന്റ്. ഇതായിരുന്നു ഭയങ്കര റെവല്യൂഷൻ ആയിട്ട് ഈ ഫുൾ ക്യാപിറ്റലിസ്റ്റ് എക്കണോമിസ്റ്റുകളെ പിടിച്ച് കുലുക്കിയ സംഭവം ഇതാണ്. ഈ വലിയ മാർക്സ് ഏറ്റവും വലിയ ഒരു പാപം ചെയ്തു, അനീതി ചെയ്തു എന്ന് പറഞ്ഞ സംഭവം മാർക്സിന്റെ ഈ ഒരു കണ്ടുപിടുത്തമാണ്. ദാറ്റ് ക്യാപിറ്റലിസ്റ്റുകൾ നിങ്ങൾക്ക് തരുന്ന നിങ്ങൾ അധ്വാനിച്ചതിന്റെ കൂലിയല്ല, അല്ലെങ്കിൽ നിങ്ങൾ അധ്വാനിച്ചതിന്റെ മൂല്യമല്ല നിങ്ങൾക്ക് തരുന്നത്. നിങ്ങൾക്ക് അധ്വാന ശക്തിയുണ്ട്, അധ്വാന ശേഷിയുണ്ട്. അധ്വാന ശേഷിക്കുള്ള മൂല്യം നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ. നിങ്ങൾ ഉണ്ടാക്കുന്ന മൂല്യം അവൻ കൊണ്ടുപോവാണ്. അങ്ങനെയാണ് ഇത് എക്സ്പ്ലോയിറ്റേഷൻ ആണെന്ന് തെളിയിക്കുന്നത്. മാർക്സ് ഒരു ധാർമ്മിക ആർഗ്യുമെന്റ് അല്ല വെച്ച്, മാർക്സ് ജസ്റ്റ് ലോജിക്കലി കാണിക്കുകയാണ്. നോക്കൂ, എല്ലാ മൂല്യത്തിലാണ് എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കൂലി കിട്ടുക? നിങ്ങൾക്ക് കിട്ടിയ കൂലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കുന്ന മൂല്യത്തിന്റെ അല്ല, പണിയെടുത്തത് നിങ്ങളാണ്, കൊണ്ടുപോയത് ലെവനാണ് എന്നാണ് മാർക്സ് പോയിന്റ്. അതാണ് മാർക്സിന്റെ ഈ ഒരു പോയിന്റ്. ഈ എക്സ്പ്ലോയിറ്റേഷൻ നടക്കുന്നു ക്യാപിറ്റലിസ്റ്റിൽ നിന്ന് പ്രൂവ് ആയത് ഇതാണ്. ആൻഡ് ഈ വേജ്, ഈ നമുക്ക് കിട്ടുന്ന കൂലിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. ടെമ്പററി നമുക്ക് ജീവിക്കാനുള്ള, നമ്മുടെ അധ്വാന ശക്തി മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു പവർ അല്ലെങ്കിൽ ഒരു ചെലവുണ്ടല്ലോ, അതിന് താഴെ വേജിന് പോകാൻ പറ്റത്തില്ല. ഇപ്പം നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ജീവിക്കാനുള്ള ഒരു മെയിൻ അതുണ്ടല്ലോ, നമുക്ക് ഫുഡ് വേണം, നമുക്ക് കുടുംബം നോക്കണം, നമുക്ക് പഠിക്കണം, നമ്മുടെ സ്കില്ല് മെയിൻറ്റെയിൻ ചെയ്യണം, ഇതിനൊക്കെയുള്ള ഒരു ചെലവുണ്ടല്ലോ. ഈ ചെലവ് എത്രയാണോ അതിന് താഴെ വേജ് പോകാൻ പറ്റത്തില്ല. അതിന് താഴെ വേജ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ വർക്കർ ഇല്ലാതാവും. വർക്കർ ഇല്ലാതായി കഴിഞ്ഞാൽ ക്യാപിറ്റലിസ്റ്റിന് ജീവിക്കാൻ പറ്റില്ല. ക്യാപിറ്റലിസ്റ്റിന് വർക്കർ വേണം. അപ്പോൾ വേജ് എപ്പോഴും നിങ്ങളുടെ ചെലവുകൾ നടക്കും, നിങ്ങളുടെ ആ ഒരു അധ്വാന ശക്തി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ചെലവ് ആണ് ലോവർ ലിമിറ്റ്. ഒരു കൂലിയുടെ ഒരു ലോവർ ലിമിറ്റ്. നമുക്ക് ഇങ്ങനെ ജർമ്മനി കാണുന്ന ഒരു ഈയിടെ വന്നൊരു വാർത്തയാണ്. മിനിമം വേജ് 13.9 എന്ന രീതിയിലേക്ക് കൂട്ടി മിനിമം വേജ് എന്ന്. അപ്പോൾ മനുഷ്യന്റെ ചെലവ് കൂടുന്നതിനനുസരിച്ച് മിനിമം വേജും കൂടിക്കൊണ്ടിരിക്കും. കാരണം വെച്ചാൽ അതിൽ കുറവ് നിങ്ങൾ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സമൂഹത്തിൽ മനുഷ്യന്
ബേസിക് ആയിട്ട് വളരെ ബേസിക് ആയിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് സാധ്യമല്ലാത്ത രീതിയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്യാപിറ്റലിസം തകരും. അതുകൊണ്ട് വേജിന് ഒരിക്കലും ലേബർ പവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കൂലിക്ക് താഴെ പോകാൻ പറ്റില്ല. മാത്രമല്ല വേജ് കനോട്ട് ഗോ മോർ ദാൻ സർപ്ലസ് വാല്യൂ. നിങ്ങൾ ഉണ്ടാക്കുന്ന മൂല്യത്തെക്കാളും കൂടുതൽ കൂലി നിങ്ങൾക്ക് തരാനും പറ്റത്തില്ല. നിങ്ങൾ ഈ ഐഫോൺ ഉണ്ടാക്കി, ഐഫോണിന്റെ മൂല്യം മൊത്തം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ ക്യാപിറ്റലിസ്റ്റ് എന്ത് ചെയ്യും? ക്യാപിറ്റലിസ്റ്റ് പ്രോഫിറ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം നടക്കണമെങ്കിൽ കൂലി എന്ന് പറയുന്നത് ഈ രണ്ട് ലിമിറ്റുകൾക്കിടയിലായിരിക്കും. ആ അധ്വാന ശക്തിക്ക് നിലനിർത്താൻ എത്ര ചെലവ് വരുന്നു വേഴ്സസ് നിങ്ങൾ ഉണ്ടാക്കുന്ന മൂല്യം എത്രയാണ്, ഈ രണ്ടിന്റെ ഇടയ്ക്ക് മാത്രമേ വേജ് നിൽക്കത്തുള്ളൂ. ഈ രണ്ടിനിടയ്ക്കുള്ള വേജിനുള്ള പോരാട്ടമാണ് പലപ്പോഴും ഈ തൊഴിലാളി സമരം, ഈ നമുക്ക് കൂലി കൂടുതൽ വേണമെന്ന് പറഞ്ഞിട്ടുള്ള സമരം നടക്കുമ്പോൾ ഈ രണ്ട് ലിമിറ്റിന് ഇടയ്ക്കുള്ള ഒരു നമ്പറാണ് സെലക്ട് ചെയ്യപ്പെടുന്നത്. സോ ദിസ് ഇസ് ദ സെൻട്രൽ പോയിന്റ്. ഈ തിയറി ഓഫ് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്ന മാർക്സിന്റെ ആ ഒരു കോൺട്രിബ്യൂഷൻ ഇതായിരുന്നു. നിങ്ങൾ പറഞ്ഞൊക്കെ നമ്മൾ അംഗീകരിക്കുകയാണ്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ അംഗീകരിച്ച്, ലേബർ തിയറി വാല്യൂ ഒക്കെ അംഗീകരിച്ച് നിങ്ങൾ നോക്കുമ്പോൾ ഇത് ചൂഷണ വ്യവസ്ഥയല്ലേ, നമ്മൾ മാറ്റണ്ടേ? ഇതായിരുന്നു മാർക്സിന്റെ ഒരു കോൺട്രിബ്യൂഷൻ.